കർത്താവിനെ സ്തുതിച്ചേ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വേഗത്തിൽ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് ഹല്ലേലൂയ വായിച്ചു കേൾക്കാം. സുപരിതമായ വാക്യം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. മതി. ഹല്ലേലൂയ. സുപരിതമായ വേദവാക്യമാണ്. പല പ്രാവശ്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം ഒരു ഓർമ്മപ്പെടുത്തൽ പരിശുദ്ധാത്മാവ് നടത്തുന്നു. പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിനകത്തുള്ളതായിരിക്കാം. പക്ഷേ ഹല്ലേലൂയ, നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഈ ഹല്ലേലൂയ ശുശ്രൂഷ നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നിശ്ചയമായിട്ടും അത് വലിയ വിടുതലായി മാറും. ആമേൻ. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ചിട്ട് സാക്ഷി ആകും എന്ന യേശു കർത്താവിൻ്റെ വാക്കുകളാണ് നമ്മൾ വായിച്ചു കേട്ടത്. അന്നും ഇന്നും ഏത് കാലത്തും പ്രസക്തമാണ്. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഒരുവൻ്റെ മേൽ വന്നിട്ട് അവൻ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നതിനെ കുറിച്ചാണ് ബൈബിൾ പഠിക്കുന്നത്. അറിവിൽ നിന്നോ ബുദ്ധിയിൽ നിന്നോ ഗ്രഹിച്ച ജ്ഞാനം കൊണ്ടോ, ആമേൻ സ്തോത്രം, നമുക്ക് ഏതളവിൽ ലഭ്യമാകുന്ന അറിവ് കൊണ്ടോ അല്ല കർത്താവിൻ്റെ സാക്ഷിയായി മാറുന്നത്. മറിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നിട്ട് നമ്മൾ സാക്ഷി ആകും എന്ന ആമേൻ വിഷയമാണ് നമുക്കിവിടെ വായിച്ച് നമ്മൾ കേട്ടത്. ആമേൻ സ്തോത്രം. പരിശുദ്ധാത്മാവിലെ ശുശ്രൂഷ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ശുശ്രൂഷകൾ, പരിശുദ്ധാത്മാവിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷകൾ ഒരു മനുഷ്യനിൽ കൂടെ ചെയ്യുന്നതാണ് ദൈവസഭയിൽ നടക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യണം എന്ന് നിശ്ചയിച്ചുവോ അത് ആമേൻ ഒരു മനുഷ്യനിൽ കൂടെ ചെയ്യുന്ന അനുഭവങ്ങളാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഹല്ലേലൂയ, ശക്തമായും വ്യക്തമായ ദൈവത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്യാൻ നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. കൃപാവരങ്ങളെ ജ്വലിപ്പിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേൾക്കണമേ. ആമേൻ. ഇന്ന് പകൽക്കാലം കേൾക്കുന്നത് വളരെ ശാന്തമായിട്ടായിരിക്കും ഞാൻ പറയുന്നത്. പക്ഷേ ഹല്ലേലൂയ, നിങ്ങൾ അതിനെ ഗ്രഹിക്കണം. ഒരു ശക്തി കൂടാതെ ക്രിസ്തീയ ജീവിതം നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. ആത്മീക ജീവിതം എന്നത്, ക്രിസ്തീയ ജീവിതം എന്നത് ദൈവസന്നിധിയിൽ വരുന്ന ഓരോ വ്യക്തികളും തിരിച്ചറിയണം. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് ജയകരമായി മുമ്പിലേക്ക് പോകേണ്ടതാണ്. നമ്മൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ തിരിച്ചറിയാം. യേശു കർത്താവ് വളരെ വ്യക്തതയോടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ചിട്ട് സാക്ഷിയാകണം. പ്രസംഗിക്കുന്ന കാര്യമല്ല, പാടുന്ന കാര്യമല്ല, അതെല്ലാം ഘടകമാണെങ്കിലും ഓരോ വ്യക്തികളും ക്രിസ്തുവിൻ്റെ സാക്ഷിയാകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ സാക്ഷിയാകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വേണം. അത് ഏതർത്ഥത്തിലും ജീവിതം കൊണ്ട് സാക്ഷിയാകണമെങ്കിൽ, ഒരു വിശുദ്ധിയോടെ ദേശത്തിൽ നിലനിൽക്കണമെങ്കിൽ, കർത്താവിൻ്റെ മഹത്വം നമുക്ക് ദർശിപ്പാൻ ഇടയാകണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പ്രാപിക്കണം. നമുക്കറിയാം ഹല്ലേലൂയ, വേദപുസ്തകം പഠിച്ചാൽ വളരെ വ്യക്തമായിട്ട് ആമേൻ ഹല്ലേലൂയ വ്യക്തതയോടെ എഴുതിയിരിക്കുന്നത് ആമേൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വിശ്വസിക്കുന്നവരുടെ മേലാണ് വ്യാപരിക്കുന്നത്. ഞാനിതൊരു ഇൻട്രഡക്ഷൻ പോലെ പറയുന്നതാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. വിശ്വസിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കും. ഈ സന്ദേശത്തിൻ്റെ ഒടുവിലും നമ്മൾ ആ ഭാഗത്ത് വരും. വിശ്വസിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വ്യാപരിക്കും. സ്തോത്രം. ആമേൻ. വിശ്വസിക്കാത്തവർക്ക് ആമേൻ ഹല്ലേലൂയ അത് പ്രാപിപ്പാൻ പറ്റത്തില്ല. പിന്നെയും തിരുവെഴുത്ത് എന്താ പറയുന്നത്? വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ നമ്മൾ ഒരു പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം പ്രാപിക്കണമെങ്കിൽ, ഒരു സൗഖ്യം പ്രാപിക്കണമെങ്കിൽ, ആത്മാവിൻ്റെ രക്ഷ പ്രാപിക്കണമെങ്കിൽ അത് വിശ്വാസത്തിലേക്ക് നടത്തുന്ന ദൈവത്തിൻ്റെ വചനം നമ്മൾ ശ്രദ്ധിക്കണം. ഈ 2-3 സെക്ഷനുകളിൽ നമ്മൾ കേൾക്കുന്ന വചനം ആമേൻ പരിശുദ്ധാത്മാവ് ഉദ്ദേശിക്കുന്നത് ആമേൻ ഹല്ലേലൂയ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തൊരു വിശ്വാസം വരണം. നമ്മൾ കേട്ട കാര്യമായിരിക്കാം, അറിവുള്ള കാര്യമായിരിക്കാം. ആത്മാവ് ഉണർത്തുമ്പോൾ ഈ സെക്ഷനിലെ പ്രത്യേകത നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്തൊരു വിശ്വാസം വരണം. വിശ്വസിക്കുന്നവരുടെ മേൽ ആ ദൈവശക്തി വ്യാപരിക്കും. അങ്ങനെയെങ്കിലും ഒരു ദൈവദാസൻ എന്ന ഉത്തരവാദിത്വത്തോടെ വളരെ സന്തോഷത്തോടെ ഞാൻ പറയാം, ഞായറാഴ്ച ആശീർവാദം പറയുന്നതിൻ്റെ അകത്ത് നിങ്ങൾ ഈ വചനത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പക്ഷം ഞായറാഴ്ച ഈ ശുശ്രൂഷ അവസാനിക്കുന്നതിൻ്റെ അകത്ത് വ്യക്തമായ ദൈവാത്മാവിൻ്റെ ഇടപെടൽ നിങ്ങൾക്കുണ്ടാകും. എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ എല്ലാവരുടെ കാര്യം എനിക്ക് അറിയത്തില്ല, ഞാൻ ഉറപ്പോടെ പറയുന്നു, ചിലർ ആമേൻ ഇതുവരെ അനുഭവിക്കാത്ത വളരെ വ്യക്തമായ സ്പെഷ്യലായ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ അനുഭവിക്കും. ഒരുപക്ഷെ നിങ്ങൾ ദർശനം കണ്ടെന്ന് വരാം, ഒരുപക്ഷെ അന്യഭാഷ പറഞ്ഞെന്ന് വരാം, വ്യാഖ്യാനിച്ചെന്ന് വരാം, പ്രവചിച്ചെന്ന് വരാം. പരിശുദ്ധാത്മാവ് തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന, താൻ ഇച്ഛിക്കുന്നവരും താൻ ഇഷ്ടപ്പെടുന്ന ആരുടെ മേൽ പകരുന്നുവോ അവരത് ചെയ്യാനിടയായി തീരും. അത്ര ശ്രേഷ്ഠകരമായ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ പ്രാർത്ഥനയും ഈ ശുശ്രൂഷകളും മുമ്പിലേക്ക് പോകുന്നത്. അതിൽ എത്ര പേർ വന്നു, ആര് പങ്കെടുത്തു, എത്ര പ്രതികൂലമുണ്ട്, ഇതൊന്നും വിഷയമല്ല. വിശ്വസിക്കുന്നവരുടെ മേൽ ആ ശക്തി വ്യാപരിക്കുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
ഈ സെക്ഷനുകൾ കേൾക്കുന്ന ദൈവവചനം നമുക്ക് വിശ്വാസമായി പരിണമിക്കണം. അത് ആർക്ക് കിട്ടും എന്ന് ചോദിച്ചാൽ അത് ദൈവം നിശ്ചയിക്കുന്നവർക്കാണ്, അല്ലെങ്കിൽ ആ വചനം വിശ്വസിച്ച് ഏറ്റെടുക്കുന്നവർക്കാണ്. ഹൃദയം തുറക്കണം. ആമേൻ. ഹല്ലേലൂയ. ബലഹീനത ഇല്ലാതെ പ്രാർത്ഥിച്ചൊരുങ്ങാനൊക്കെ ദൈവം നമ്മെ ശക്തീകരിക്കാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ അത് അനുഗ്രഹമായിരിക്കും. ഞാൻ ഒന്നുകൂടെ പറയാം. ഞായറാഴ്ച ആശീർവാദം പറയുന്നതിൻ്റെ അകത്ത് ദൈവം എന്നെ തൊട്ടു, ദൈവം എന്നോട് സംസാരിച്ചു, ദൈവം എന്നോട് വ്യക്തമായി ഇടപെട്ടു, ദൈവം എന്നെ വ്യക്തിപരമായി നിറച്ചു എന്ന് പറയുന്ന അനുഭവം ഉണ്ടാകും. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞായറാഴ്ച അതിനുള്ള അവസരം ഉണ്ടാകും. നിങ്ങൾക്ക് ദൈവം ചെയ്തത് നിങ്ങൾ എഴുന്നേറ്റ് പറയുകയും ചെയ്യണം. കരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ, നല്ല ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ടൊന്ന് ഉണർവോടെ ഇരുന്നൊരു പ്രത്യേക അനുഭവം ഇന്ന് പകൽ ഇതിനകത്തുണ്ട്. അത് നിങ്ങൾ ഗ്രഹിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ആ ഉണർവിലേക്ക് നിങ്ങളും കയറി പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ ഹല്ലേലൂയ ആമേൻ നമ്മളായിരിക്കണം. കർത്താവ് വചനം പറയുന്നത്, ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും, പക്ഷേ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. ഒരിക്കൽ അഭിഷേകം ലഭിച്ചവരായിരിക്കാം, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നല്ല അറിവുള്ളവരായിരിക്കാം, പക്ഷേ വ്യക്തതയോടെ പ്രാർത്ഥിച്ചോ, കർത്താവ് നിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് ഒരു ശക്തി പുതുക്കലിനാകണം. ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നാൽ നടക്കുന്ന പല കാര്യങ്ങൾ ബൈബിൾ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പ്രാർത്ഥനയിൽ ഓർപ്പിച്ചു, പ്രാർത്ഥന ഉപവാസവും എന്ന ആശയം അത് ദൈവസഭ ദൈവജനം എവിടെ ഇരുന്നാലും അവിടെ ഒന്നാമത് സംഭവിക്കുന്നത് തകരുന്നത് പാതാള ഗോപുര ശക്തികളാണ്. സ്തോത്രം. അത് തകരുന്നത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാലാണ്. ഈ ദിവസങ്ങൾ നിങ്ങൾ ദൈവത്തിന്റെ തിരുവെഴുത്ത് കേൾക്കുന്നത് അനുഗ്രഹമായി തീരണം. നിങ്ങൾ ഏറ്റെടുക്കണം. ദൈവശക്തിയാൽ ആമേൻ സ്തോത്രം. ചിലത് തകരും. വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ ഇറങ്ങി വരാൻ ഇടയായി തീരും. വചനം പറയുന്നു, അവൻ ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന്റെ ബലത്തെ ദൈവം വർദ്ധിപ്പിക്കുന്നു. ഒന്നുകൂടെ, ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ദൈവം ശക്തി നൽകുന്നു, ബലമില്ലാത്തവന്റെ ബലത്തെ ദൈവം വർദ്ധിപ്പിക്കുന്നു. അത് വചനമാണ്. ഈ ദിവസങ്ങൾ, ഈ സെക്ഷനുകളിൽ, ഈ മിനിറ്റുകളിൽ അത് സംഭവിക്കണം. ഏത് ക്ഷീണത്തിലിരുന്നാലും ഏത് പ്രയാസത്തിലിരുന്നാലും ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്ന ദൈവത്തോട് പറയണം, കർത്താവേ ക്ഷീണമുണ്ട്, എന്നെ ശക്തീകരിക്കണം. ബലമില്ലാത്തവന്റെ ബലത്തെ ദൈവം എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. അതുകൊണ്ടാണ് തിരുവെഴുത്ത് പറഞ്ഞത്, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ സകലതും നമ്മിൽ കൂടെ ചെയ്യുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാകയാൽ ആ ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ അകത്തേക്ക് വന്നിട്ട് സ്തോത്രം ചില അസാധാരണ കാര്യങ്ങൾ നടക്കണം. അതിനാകണം ഈ സെക്ഷനുകളിൽ ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ വ്യക്തമായി ഇറങ്ങണം. പരാജയപ്പെട്ട ഇടത്ത് ജയിക്കണം. ഇന്ന് വരെ കരകയറാൻ പറ്റാത്ത കുഴിക്കകത്ത് നിന്ന് കരകയറണം. ഇന്ന് വരെ ഹല്ലേലൂയ ജയിക്കാൻ പറ്റാത്ത ശത്രുവിന്റെ ശക്തിയെ ജയിക്കണം. ഇന്ന് വരെ ഹല്ലേലൂയ എത്തിപ്പിടിക്കാൻ പറ്റാത്ത വാഗ്ദത്തങ്ങൾ എത്തിപ്പിടിക്കത്തക്കവണ്ണം ഒരു പരിശുദ്ധാത്മാവിന്റെ അസാധാരണമായ നിയോഗം ഈ ഉപവാസ പ്രാർത്ഥനകളിൽ ദൈവം പകരാൻ ഇഷ്ടപ്പെടുന്നു. വിശ്വസിക്കുന്നവരും ആഗ്രഹിക്കുന്നവരും കൊതിക്കുന്നവരും അത് സ്വീകരിച്ച് കർത്താവിന് വേണ്ടി വലിയ ഹല്ലേലൂയ സാക്ഷ്യങ്ങൾ പറയാൻ തക്കവണ്ണം ഒരുങ്ങണം. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, അസാധാരണമായ എൻകൗണ്ടറുകൾ, അസാധാരണമായ ദൈവത്തിന്റെ നിറവ് നമ്മുടെ മേൽ സർവശക്തൻ പകരും. ഇതൊരു അസാധാരണമായ ഉപവാസ പ്രാർത്ഥനയായി മാറും. മഴ പോലെ ദൈവ സാന്നിധ്യം ഇറങ്ങും. നദി പോലെ അത് പെരുകും. നീന്തിയിട്ടല്ലാതെ കടക്കാൻ പറ്റാത്ത നിലകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഇറങ്ങി വരുമ്പോൾ ഇന്ന് വരെ നടക്കാത്ത അസാധാരണമായ കാര്യങ്ങൾ നമ്മിൽ കൂടെ നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ശക്തിയോടെ അധരങ്ങൾ തുറന്ന് കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. സ്തോത്രം. പരിശുദ്ധാത്മാവ് വന്നാൽ ശുശ്രൂഷിക്കാൻ പറ്റും, എന്തും ചെയ്യാൻ പറ്റും. പണത്തിന് പറ്റത്തില്ല, വിദ്യാഭ്യാസത്തിന് പറ്റത്തില്ല. ഇതൊന്നും വേണ്ടെന്നല്ല. പണം, വിദ്യാഭ്യാസം, അതെല്ലാം ഹല്ലേലൂയ വേദപുസ്തകത്തിൽ ഏറ്റവും താഴെയാണ്. സ്തോത്രം. പരിശുദ്ധി ആത്മാവ് നമ്മുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സാക്ഷിയാകാൻ പറ്റും. സ്തോത്രം. നിശ്ചയമായിട്ടും ജയിക്കാൻ പറ്റും. പാതാള ഗോപുരങ്ങളെ തടുക്കാൻ പറ്റും, തകർക്കാൻ പറ്റും. അതിന് ഉതകുന്ന തരത്തിൽ വീണ്ടും ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ അടുത്തൊരളവ് നമ്മുടെ അകത്ത് വേണം. അതെത്ര പേർ കൊതിക്കുന്നുണ്ട്? ഞാനത് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധി നിൽക്കുക. ഞാൻ വിശ്വസിക്കുന്നു, ശക്തമായും വ്യക്തമായും പരിശുദ്ധാത്മാവിന്റെ സന്ദർശനം ഞാൻ അനുഭവിക്കും. സ്തോത്രം. ദൈവ ശബ്ദം കേൾക്കും. ഇന്നലത്തെക്കാൾ അധികം ഞാൻ കേൾക്കും. ഒരിക്കൽ കൂടെ ഞാൻ വീണ്ടും പറയുന്നു, ഞായറാഴ്ച ആശീർവാദം പറയുന്നതിൻ്റെ അകത്ത് ചിലർ ദൈവ ശബ്ദം കേൾക്കും, ചിലരുടെ മേൽ ദൈവകരം വരും, ചിലർ ദൈവശക്തിയാൽ നിറയും. അസാധാരണമായത് ദൈവം ചിലരുടെ മേൽ പകരും. സ്തോത്രം. വിശ്വസിക്കുന്നവർ മാത്രം ഒന്നുകൂടെ കർത്താവിനെ സ്തുതിച്ചേ.
അപ്പോസ്തല പ്രവർത്തികൾ മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളുടെ പുസ്തകമാണ്. ഞാൻ ഈ പറയുന്നതെല്ലാം ആമേൻ സ്തോത്രം നിങ്ങളെ ആമേൻ ശക്തിയോടെ ഹല്ലേലൂയ നിങ്ങൾ ഓർമ്മപ്പെടുത്തണം, നിങ്ങളത് ഹൃദയത്തിലെടുക്കണം. നമുക്ക് പരാജയത്തെ ജയിക്കാൻ സ്വയമായ പ്രവൃത്തി കൊണ്ട് കഴിയത്തില്ല. സത്യമായിട്ട് പറയാം, വചനം ആമേൻ ആത്മാവില്ലാതെ വചനം ധ്യാനിച്ചതുകൊണ്ട് കഴിയത്തില്ല, ആത്മാവില്ലാതെ പ്രാർത്ഥിച്ചതുകൊണ്ട് പറ്റത്തില്ല, ആത്മാവില്ലാതെ ശുശ്രൂഷിച്ചാൽ ഒന്നും നടക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ഗൗരവത്തോടെ എടുക്കണം. നമ്മുടെ ആശ്രയം പരിശുദ്ധാത്മാവിലായിരിക്കണം. ധൈര്യത്തോടെ ആമേൻ ഞാൻ നിൽക്കുന്നത് പരിശുദ്ധ ആത്മാവിലെന്ന് പറയത്തക്ക നിലയിൽ, എന്നെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധ ആത്മാവെന്ന് പറയത്തക്കവണ്ണം, എന്നെ ദൈവം നിറച്ചിരിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം ആ ശക്തി നമ്മെ മുമ്പിലേക്ക് നടത്തണം. ആ പരിശുദ്ധാത്മാവിന്റെ പ്രദർശനശാലകളായി നമ്മുടെ ജീവിതം, നമ്മുടെ സഭ മാറണം എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ നിങ്ങൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കണം. ഞാൻ സാധാരണ പറയും സ്തോത്രം, ഉദാഹരണം പറയും, മിക്ക സ്ഥലത്തും പറയും ആമേൻ സ്തോത്രം. ഒരിക്കലൊരു പക്ഷി പറന്നു വന്ന് ഉണങ്ങിയ ഒരു കൊമ്പിലിരുന്നു. സ്തോത്രം. ഉണങ്ങിയ കൊമ്പിലിരുന്നപ്പോൾ മറ്റു കൂടെ പറന്ന പക്ഷികളൊക്കെ കളിയാക്കി. സ്തോത്രം. മണ്ടനാണ്. സ്തോത്രം. ഉണങ്ങിയ കൊമ്പിൽ ചെന്ന് ഇരിക്കുക, കൊമ്പൊടിഞ്ഞ് നീ താഴെ വീഴുമെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷി തിരിച്ചു പറഞ്ഞത്രേ, ആമേൻ സ്തോത്രം, ഞാൻ ഈ കൊമ്പിൽ ആശ്രയിച്ചല്ലേ ഇരിക്കുന്നത്, ഈ കൊമ്പൊടിഞ്ഞാൽ എനിക്ക് 2 ചിറകുണ്ട്. സ്തോത്രം. ഈ കൊമ്പൊടിഞ്ഞാൽ എനിക്ക് 2 ചിറകുണ്ട്, ഞാൻ വീഴത്തില്ല, ഞാൻ പറന്ന് ഉയരേക്ക് കയറും എന്ന് പറഞ്ഞു. സ്തോത്രം. ഇതാ ആമേൻ സ്തോത്രം അഭിഷേകമുള്ളവന്റെ ആമേൻ സ്തോത്രം അവസ്ഥ എന്ന് പറഞ്ഞാൽ, ആമേൻ അടിസ്ഥാനപരമായി നീ ഉറച്ചു നിൽക്കുന്ന എന്ത് നിന്റെ ലൈഫിൽ തകർന്നു പോയാലും പരിശുദ്ധാത്മാവിന്റെ ചിറകുണ്ടെങ്കിൽ വീഴാതെ നമ്മൾ നിൽക്കും. ആ ഒരു ഉറപ്പ് നമുക്കുണ്ടാകണം. ഞാൻ ആശ്രയിക്കുന്നത് ഈ ലോകത്തിലെ ഒന്നിലുമല്ല. ആമേൻ ഇവിടത്തെ ശുശ്രൂഷകൾ ആശ്രയിക്കുന്നത് പണത്തിലല്ല, വിദ്യാഭ്യാസത്തിലല്ല, ആമേൻ മസിൽ പവറിലല്ല, കഴിവുകളിലല്ല, ടാലന്റുകളിലല്ല. ഞങ്ങൾ നിൽക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. എന്ത് സംഭവിച്ചാലും, എത്ര കൊടുങ്കാറ്റടിച്ചാലും, എത്ര പ്രതിസന്ധി വന്നാലും, ഓരോ വിശ്വാസികളും ഓരോ കൊച്ചുമക്കളും പറയണം, ഞങ്ങൾ വീഴത്തില്ല, ആത്മാവിന്റെ ചിറക് ഞങ്ങൾക്കുണ്ട്. ആ ചിറകടിച്ച് ഞങ്ങൾ കഴുകനെ പോലെ പറന്ന് കയറും. താഴേക്ക് ഞങ്ങൾ പോകത്തില്ല, മുകളിലേക്ക് പറന്ന് കയറും. ഈ പകൽക്കാലം ഞാൻ പറയുന്നു, ചിലരുടെ ശക്തി ആ നിലകളിൽ വർദ്ധിക്കാൻ പോകി, ആത്മാവിന്റെ ചിറക് മുളയ്ക്കാൻ പോകി, ആത്മാവിന്റെ തൂവലുകൾ മുളയ്ക്കാൻ പോകിയ. വീണ്ടും ശക്തി ലഭിച്ചിട്ട് നിന്നെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന സകല മണ്ഡലത്തിന്റെ മീതെ നീ പറന്ന് ഉയരാൻ പോകുന്നു. ദൈവസഭ പറന്നുയരാൻ പോകുന്നു. അഭിഷക്ത മക്കൾ പറക്കാൻ പോകുന്നു. കൊച്ചുമക്കൾ പറക്കാൻ പോകുന്നു. ഇപ്പോൾ തന്നെ നിന്റെ നാവിൽ ദൈവത്തിന്റെ ഭാഷ, ഇപ്പോൾ തന്നെ നിന്റെ അധരത്തിൽ പരിശുദ്ധാത്മാവ് തൊട്ട് അന്യ ഭാഷകളാൽ നിറയ്ക്കാൻ തുടങ്ങുന്നു. എന്നോട് ആത്മാവ് പറയുന്നു, ഇതിന്റെ അവസാന സമയങ്ങളിലല്ല, ഇപ്പോൾ തന്നെ ഒരു വലിയ ആത്മനദി ഇതിനകത്ത് തുറക്കുന്നത് എനിക്ക് വ്യക്തതയോടെ അറിയാം. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രത്യേകമായ നിയോഗം ഇതിനകത്ത് ചലിക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം. വിശ്വസിച്ചുകൊണ്ട് അധരം തുറക്കുമ്പോൾ നിന്നിൽ നിന്ന് അത് ഒഴുകുകയാണ്. നീ ഹല്ലേലൂയ മിനിറ്റുകൾ കഴിയുമ്പോൾ ഒരു കമ്പി ചുട്ടുപഴുത്തതിന്റെ നിറം മാറി തീ കഷണം പോലെ ആകുന്നത് പോലെ, കറുത്ത ഇരുമ്പ് തീയുടെ നിറമായി മാറുന്നത് പോലെ ഇതിന്റെ അകത്ത് ദൈവം നിന്നെ പണിയുകയാണ്. മൂർച്ച വർദ്ധിക്കട്ടെ, ബലം വർദ്ധിക്കട്ടെ. യേശുവിൻ നാമത്തിൽ വിശ്വസിക്കുന്നവർ ചേർന്ന് ഹല്ലേലൂയ. വെറുതെ പറയുകയല്ല, സത്യസന്ധമായി പറയുക. ഇതിൻ്റെ അകത്ത് പ്രത്യേകമായൊരു ദൈവ സാന്നിധ്യം ചലിക്കുക. നമ്മൾ ആള് കുറവാ, ഒത്തിരി കാര്യങ്ങൾ ശരിയാ. പക്ഷേ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വല്ലാതെ ഹല്ലേലൂയ നിർബന്ധത്തോടെ നിൽക്കുക, വല്ലാതെ ഇതിനകത്ത് ചലിക്കുക. അത് ചിലത് ചെയ്തിരിക്കും. അതുകൊണ്ട് സന്തോഷത്തോടെ എല്ലാ ബലഹീനതയും മാറും. സ്തോത്രം. എല്ലാ അസ്വസ്ഥതകളും നീങ്ങും. നമ്മെ വീണ്ടും ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇതിന്റെ അകത്ത് ശക്തമായി ചലിക്കും. സ്തോത്രം. സന്തോഷത്തോടെ ഒന്നുകൂടെ കർത്താവിനെ സ്തുതിച്ചേ. പരിശുദ്ധി ആത്മാവ് നമുക്ക് വേണം, ഒരു ഉറപ്പ് നമുക്ക് വേണം. ഇന്ന് പകൽ എന്നെ നിറയ്ക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ഹല്ലേലൂയ വളരെ പ്രാർത്ഥനയോടെ ഒരു അടിസ്ഥാനം വിട്ട് ഞാൻ മുമ്പിലേക്ക് വരിക. ഞായറാഴ്ച ആശീർവാദം പറയുന്നതിൻ്റെ അകത്ത് പ്രതീക്ഷയ്ക്ക് അപ്പുറമായത് ദൈവം ചെയ്യണം. ദൈവം ചെയ്തിരിക്കും. ഹല്ലേലൂയ. ആമേൻ. അപ്പോസ്തല പ്രവർത്തികൾ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളുടെ പുസ്തകമാണ്. 19-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ 1-2 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 19:1-2 പല പ്രാവശ്യം കേട്ട വാക്കുകളാണ്. പക്ഷേ നമ്മുടെ ആത്മാവ് ഇടപെടും. വളരെ വ്യക്തതയോടെ കേട്ടെ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നു. അപ്പോസ്തല പ്രവൃത്തി 19-1-2 വാക്യങ്ങൾ. അപ്പൊല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ
അപ്പോസ്തലന്മാരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. ഒരു ആമേൻ സ്തോത്രം. വ്യക്തമായ ഒരു ചിന്ത ഈ വചനത്തിനകത്ത് നിന്ന് നമ്മുടെ അകത്ത് കയറണം. സ്തോത്രം. ഞാനെല്ലാം വായിക്കാൻ നമുക്ക് സമയമില്ല. ആമേൻ. മാത്രമല്ല നമ്മുടെ ഹല്ലേലൂയ ജീവിതത്തിൽ ഈ പകൽ സെക്ഷനിൽ നമ്മൾ കേൾക്കുന്നതിൻ്റെ ഉദ്ദേശം ഹൃദയത്തിൻ്റെ അകത്ത് ശക്തമായൊരു പ്രകാശം വരണം. ഹൃദയത്തിൻ്റെ അകത്തൊരു ശക്തമായ വിശ്വാസം നമുക്ക് വരണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കത്തക്കവണ്ണം. അതില്ലാതെ നമുക്ക് കിട്ടത്തില്ല കേട്ടോ. കൈയടിക്കാൻ പറ്റും, പക്ഷേ നമുക്കത് പ്രാപിക്കാൻ പറ്റത്തില്ല. സ്തോത്ര. ഇവിടെ ഹല്ലേലൂയ അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശത്തൂടെ സഞ്ചരിച്ച് എഫെസോസ് പട്ടണത്തിലെത്തി. സ്തോത്ര. എഫെസോസ് പട്ടണത്തിലെത്തിയപ്പോൾ അതിൻ്റെ 7-ാം വാക്യത്തിൽ വായിച്ചാൽ അറിയാം, 12 ശിഷ്യന്മാര്, 12 പേരടങ്ങുന്ന ഒരു കൂട്ടം. അവർ ശിഷ്യന്മാരാണ്. അവർ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ സുവിശേഷം പറയുന്നവരും ആമേൻ സ്തോത്രം ദൈവത്തിനായി നിലനിൽക്കുന്നവരുമാണ്. പക്ഷെ അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്കറിയാം അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരല്ല. ആമേൻ. ക്രിസ്തുവിൽ വിശ്വസിച്ച് സുവിശേഷം പറയുന്നവരല്ല. അഥവാ യോഹന്നാന്റെ ശിഷ്യന്മാരെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ഹല്ലേലൂയ ശ്രദ്ധിച്ചാൽ ഇവരെ കണ്ടപ്പോൾ ഒരു അത്ഭുതം. 12 പേര് എഫെസോസ് പട്ടണത്തിൽ കിട്ടി. 12 പേരോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്: വിശ്വസിച്ചിട്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന ചോദ്യം. സുഖമായിരിക്കുന്നു, വീട്ടിലാരൊക്കെ ഉണ്ട്, മക്കളൊക്കെ സുഖമായിരിക്കുന്നു, ഇതല്ല ചോദിച്ചത്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ആ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? എങ്ങനെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു എന്നാ ചോദിച്ച്? വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഇന്ന് പകല് നമ്മുടെ ചോദ്യം ഇതാണ്. പരിശുദ്ധാത്മാവിന് ചോദിക്കാനുള്ളത്, സർവശക്തന് ചോദിക്കാനുള്ളത്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചു എങ്ങനെ? ആമേൻ സ്തോത്രം. ദൈവത്തിൽ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ പ്രാപിച്ചു. നിങ്ങൾ ഹല്ലേലൂയ ആഴമായി വിശ്വസിച്ചാൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പറ്റുമെന്ന ശക്തമായ സന്ദേശം അവിടെ കിടപ്പുണ്ട്. ശക്തമായ ദൂത് അവിടെ കിടപ്പുണ്ട്. വിശ്വസിക്കണം. വിശ്വാസമാണ് അടിസ്ഥാനം. ശക്തമായ വിശ്വാസം, ശക്തമായ പ്രതീക്ഷ. വിശ്വസിച്ചാൽ അതിൻ്റെ അടുത്ത അളവെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തികളാണ്. ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ആര് ഉറങ്ങിയിരുന്നാലും ഇറങ്ങി വന്നൊക്കെ പ്രാർത്ഥിക്കുന്നത്. അത് വിശ്വാസമാണ്. സ്തോത്രം. കാരണം വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ മേൽ അത് ഇറങ്ങി വരും. വിശ്വസിച്ചാൽ അത് ഇതിനകത്ത് വ്യാപരിക്കും. വിശ്വസിച്ചാൽ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പറ്റും. അവർ മറുപടി പറഞ്ഞത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. നമ്മുടെ അവസ്ഥ എങ്ങനെയാ? ഈ ചർച്ച വന്നതിന് ശേഷം തന്നെ കേട്ട് പഠിച്ച് ആമേൻ സ്തോത്രം ഇതെല്ലാം ഞങ്ങൾക്ക് അറിയാമെന്നാണ് നമ്മൾ പറയുന്നത്. ഈ വാക്യങ്ങളെല്ലാം നമുക്കറിയാം. അറിഞ്ഞൂടാതെ എത്ര പേരുള്ള ഞാൻ ഈ വായിച്ച വാക്യങ്ങൾ എല്ലാം അറിയാം. പക്ഷെ അവർ 12 പേരുടെ സ്ഥിതി എന്നാണെന്നറിയോ? അവർ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് അവർക്ക് അറിയത്തില്ല. ആമേൻ. എന്നെ കേൾക്കുന്ന അറിവുള്ളവരും അറിവില്ലാത്തവരും ഒക്കെ തിരിച്ചറിഞ്ഞോളണം. ആമേൻ സ്തോത്രം. പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേൾക്കാത്ത ആ മനുഷ്യർ, ആ 12 പേരും ആത്മശക്തിയിൽ നിറഞ്ഞ് അന്യഭാഷ പറഞ്ഞെങ്കിൽ ആമേൻ സ്തോത്രം ദൈവം ഇത്രനാൾ ഹല്ലേലൂയ ഒരുക്കിക്കൊണ്ടുവന്ന നമ്മുടെ മേൽ അതിശ്രേഷ്ഠമായൊരു പകർച്ചയ്ക്ക് ഇടയുണ്ടെന്ന് തിരിച്ചറിയണം. ഉണ്ടെന്ന് പോലും കേൾക്കാത്തവരെ ദൈവം നിറച്ചെങ്കിൽ ആഴമായി വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽ പ്രാർത്ഥിച്ചാൽ നമ്മുടെ മേൽ വരച്ചില്ലേ? അപ്പൊ എവിടെയോ ചെറിയ തകരാറുകൾ പ്രാപിക്കുന്നതിനകത്തുണ്ട് എന്ന ഗൗരവമായ വിഷയം നമ്മൾ തിരിച്ചറിയണം. അവിടുത്തെ തടസ്സം എന്തായിരുന്നു? അവർക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല, വിശ്വാസം കേൾവിയാലാണ്. ആമേൻ. പൗലോസ് ചോദിച്ചു, ആമേൻ സ്തോത്രം ഉണ്ടെന്ന് പോലും കേട്ടില്ലേ, പിന്നെ നിങ്ങളുടെ സ്നാനമേതായിരുന്നു? സ്നാനമേതാ? അപ്പോൾ പറഞ്ഞു, അത് യോഹന്നാന്റെ സ്നാനം. തീർച്ചയാണ്, അത് മാനസാന്തര സ്നാനമാണ്. അവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയത്തില്ല, അവിടെ കൈവയ്ക്കത്തില്ല, അവിടെ അഭിഷേകത്തെ കുറിച്ച് പറയത്തില്ല. അത് മാനസാന്തര സ്നാനമാണ്. അത് ഹല്ലേലൂയ യോഹന്നാൻ കൊടുത്ത സ്നാനമാണ്. ആമേൻ. പൗലോസ് പറഞ്ഞു, അങ്ങനെയല്ല, യേശുവിൽ വിശ്വസിക്കണമെന്ന് യോഹന്നാൻ പറഞ്ഞു. സ്തോത്രം. യേശുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. താൻ പ്രസംഗിച്ച മുഴുവൻ മാനസാന്തര സ്നാനം കൊടുക്കുമ്പോൾ യേശുവിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം. ആമേൻ. ഒരിക്കൽ മാനസാന്തരപ്പെട്ട് യോഹന്നാന്റെ കൈക്കീഴിൽ യോർദാൻ മുഴുകൽ സ്നാനം എടുത്ത 12 പേരാണവർ. സ്തോത്രം. ആ 12 പേര് യേശുവിനെ കുറിച്ച് കേട്ടു. അവർ യേശുവിൽ വിശ്വസിക്കണമെന്ന പൗലോസിന്റെ പ്രസംഗം കേട്ട് യേശുവിൽ വിശ്വസിച്ചു. അവർ വീണ്ടും സ്നാനപ്പെട്ടു. അർത്ഥം വിശ്വസിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനപ്പെടണം. സ്തോത്രം. സ്നാനപ്പെട്ടു. ഇന്നും ഹല്ലേലൂയ നമുക്ക് സ്നാനത്തിന്റെ ക്ലാസ് ഇവിടെ ഉണ്ട്. ഞായറാഴ്ച 6 പേരോളം സ്നാനപ്പെടാനുണ്ട്. ഈ സന്ദേശം കേട്ടിട്ട് ആർക്കെങ്കിലും അത് അത്യന്താപേക്ഷിതമാണ്, ചെയ്യണമെന്ന് തോന്നിയാൽ അറിയിച്ചാൽ അതിന്റെ ക്രമീകരണം നമ്മൾ ചെയ്യും. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണം. അവർ ഹല്ലേലൂയ സ്നാനപ്പെട്ടു. പൗലോസ് അവരുടെ മേൽ കൈവച്ചു.
പൗലോസ് അവരുടെ മേൽ കൈവച്ചു, അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവരെല്ലാവരും അന്യഭാഷ പറഞ്ഞു. 12 പേരും അന്യഭാഷ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ഇത്രയും പേർക്ക് പരിശുദ്ധാത്മാവ് നിറഞ്ഞ അന്യഭാഷ പറയാനുള്ള സാഹചര്യവും സാധ്യതയും ഉണ്ടെന്ന് അതിൻ്റെ അകത്തുനിന്ന് തിരിച്ചറിയണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയണം, ഇന്ന് പകൽ ഞാൻ അന്യഭാഷ പറയും. ഇതുവരെ അന്യഭാഷ പറയാത്തവർ ഇന്ന് പകൽ പറയണം, ഈ ഉപവാസത്തിൽ ഞാൻ അന്യഭാഷ പറയും. എൻ്റെ ദൈവം എനിക്ക് അന്യഭാഷ അടയാളത്തോടു കൂടെ പരിശുദ്ധാത്മാവിനെ തരും. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ആർക്കും ഒരു അനക്കമില്ല. സ്തോത്രം. അതാ നമ്മുടെ വിശ്വാസത്തിൻ്റെ തകരാറ്. 2-3 ഒക്കെ വാക്കുകളുടെ അപ്പുറത്ത് നിരന്തരമായി പറയുന്ന, സഭയിൽ പറയുന്നതല്ല ഞാൻ പറഞ്ഞത്, ഏകാന്തതയിൽ പ്രാർത്ഥനകളിൽ മണിക്കൂർ കണക്കിന് ആത്മാവിൽ അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന വലിയ ആത്മതലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ പിടിച്ചുയർത്തും. അന്യഭാഷ പറഞ്ഞ് വ്യാഖ്യാനിക്കാനൊക്കെ ദൈവത്തിന്റെ കൃപ ഇന്ന് പകൽക്കാലം പകരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധാത്മ പ്രാപിക്കാൻ വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വരും എന്നതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് പൗലോസ് കൈവച്ചു. സ്തോത്രം. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നു, മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിന്നുള്ള കൃപാവരങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. അതൊരു അടിസ്ഥാന ഉപദേശം കൂടെയാണ്. കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി നടക്കും. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് ആത്മീക ബന്ധത്തെക്കുറിച്ച്. ആ ബന്ധമെല്ലാം ഉറപ്പിച്ച് വളരെ പ്രതീക്ഷയോടെ നിങ്ങൾ ദൈവസന്നിധിയിൽ ഇന്ന് പകലായിരുന്നാൽ ഇത് തന്നെ നമ്മുടെ ഈ ചർച്ചിനകത്ത് നടക്കും. ഇതേ കാര്യം നമ്മുടെ ചർച്ചിനകത്ത് നടക്കും. കൈവയ്ക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒഴുകും, അന്യഭാഷകൾ പറയും. ഞാൻ ആഗ്രഹിക്കുന്നു, സ്തോത്രം, അതിനെ വ്യാഖ്യാനിക്കുന്നവർ ഉണ്ടാകണം, പ്രവചിക്കുന്നവരുണ്ടാകണം. അങ്ങനെയൊക്കെ ദൈവസന്നിധിയിൽ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ശക്തരായി 12 പേർ പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിപ്പാനിടയായി തീർന്നു. സ്തോത്രം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, സ്തോത്രം, നമ്മുടെ വാഞ്ചയ്ക്കനുസരിച്ച്, നമ്മുടെ വിശ്വാസം അനുസരിച്ചാണ് നടക്കുന്നത്. അവർ ഹല്ലേലൂയ ഒരു ധാരണപ്പുറത്ത് അവർ നടന്നു. 12 പേർ അവർക്കൊരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണ പോലെ അവർ ജീവിച്ചു. യോഹന്നാൻ പറഞ്ഞതനുസരിച്ച് അവർ ജീവിച്ചു. പക്ഷേ സുവിശേഷത്തിന്റെ ശക്തി, അല്ലെങ്കിൽ ദൈവവചനം കേട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്നും സ്നാനപ്പെടണമെന്നും അറിഞ്ഞ നിമിഷത്തിൽ അല്പം പോലും ഹല്ലേലൂയ താമസിക്കാതെ 12 പേരും ദൈവത്തിന്റെ കൃപയാൽ സ്നാനപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവർ വൈകാത്തത് കൊണ്ടും അവർ അതിനെ സംശയിക്കാത്തത് കൊണ്ടും അവർ വാഞ്ചയോടെ അത് ചെയ്തത് കൊണ്ടും 12 പേരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വന്നു. ഞാൻ കൊതിക്കുന്നു ഇതിനകത്തിരിക്കുന്ന സകലരുടെ മേല് ഇന്ന് ഹല്ലേലൂയ ശക്തമായ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടണം. അത് വർദ്ധിക്കണം. സ്തോത്രം. നാളെയുടെ നീളെ അത് വർദ്ധിക്കണം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഈ ഹല്ലേലൂയ സെക്ഷനുകൾ അവസാനിക്കുന്നതിന്റെ അകത്ത് അതിന്റെ ഒരു അസാധാരണത്വം നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുകയാണ്. കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചേ, ശക്തിയോടെ നമ്മൾ സ്തുതിച്ചേ. ഹല്ലേലൂയ. നോക്ക്, ഇവിടെ നമ്മളുടെ പ്രാർത്ഥന പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ പ്രാർത്ഥന ഉയരാൻ തുടങ്ങണം, പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഞാൻ ഒന്നുകൂടെ പറയാം, നമ്മുടെ മേൽ വരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ് നമ്മൾ അസാധാരണമായ ജയത്തെ ദൈവസന്നിധിയിൽ പ്രാപിക്കുന്നത്. വ്യക്തവും സ്പഷ്ടവുമായ ജയത്തെ നമുക്ക് പ്രാപിപ്പാൻ പറ്റുന്നത്, പിശാചിനെ കീഴ്പ്പെടുത്താൻ പറ്റുന്നത്. ഞാൻ ഹല്ലേലൂയ മുൻപ് പറഞ്ഞിട്ടുണ്ട്, പൗലോസ് ഇപ്പം നിൽക്കുന്ന എഫെസോസ് പട്ടണത്തിലാണ്. എഫെസോസ് പട്ടണത്തിലാണ് 12 പേർ ഹല്ലേലൂയ അഭിഷേകം പ്രാപിച്ച് പൗലോസും ചേർന്ന് 13 പേർ ശക്തിയുള്ള 13 പേർ നിന്നത്. ആ ദേശത്തിലാണ് ഹല്ലേലൂയ അർത്തമീസ് എന്ന പൈശാചിക ശക്തി സ്തോത്രം ശക്തമായി വ്യാപരിച്ചു നിന്നത്. ബൈബിൾ പറയുന്നതനുസരിച്ച് ഹല്ലേലൂയ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, അതും ഭൂതലം മുഴുവനും ഭജിച്ചു വന്ന പൈശാചിക ശക്തി, ഒരു ജനതയെ മുഴുവൻ നശിപ്പിച്ച പൈശാചിക ശക്തി, ആ പട്ടണത്തിലാണ് ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് പൗലോസ് വന്നതും ദൈവത്തിന്റെ കൃപയാൽ 12 പേരെ അഭിഷേകം ചെയ്ത് ശുശ്രൂഷയ്ക്കായി നിയോഗിപ്പാൻ ദൈവത്തിന്റെ കൃപ ലഭിച്ചത്. അതേ പട്ടണം ശക്തമായിട്ട് അന്ധവിശ്വാസത്തിന്റെയും വിഗ്രഹാരാധനയുടെയും ദൈവത്തെ മറന്ന് ജീവിക്കുന്ന അധാർമികതയുടെയും പട്ടണമായി വലിയ നാശം ഹല്ലേലൂയ വിതച്ചുകൊണ്ടിരുന്ന ഇടത്ത് പൗലോസ് എന്ന മനുഷ്യൻ തന്റെ ശുശ്രൂഷ ആരംഭിച്ചു. 12 പേർ ഒരുമിച്ച് നിന്നു. ഞാൻ വിശ്വസിക്കുന്നു സ്തോത്രം, ദൈവ സഭയെ അവിടെ പണിയാൻ ദൈവം കൃപ ചെയ്തു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ആ ദേശത്തിലെ അധികാര ശക്തികൾ തകർന്ന് ആ ദേശത്തിൽ ദൈവത്തിന്റെ സഭ ഉയർന്നു. ഒന്നുകൂടെ പറയാം, ദേശത്തിൽ ആ അധികാരം തകർന്നു. ഏത് അധികാരം? സ്തോത്രം, അർത്തമീസിന്റെ സകല അധികാരങ്ങളും ദേശത്തിൽ തകർന്നിട്ട് ദൈവസഭയുടെ അധികാരം ദേശത്തിൽ വ്യാപരിച്ചു. ഈ ദേശത്തിലും ഈ പട്ടണത്തിലും നമ്മുടെ രാജ്യത്തിലും ഈ ദിവസങ്ങളിൽ ആവശ്യം അത് തന്നെയാണ്. സ്തോത്രം, ദേശത്തിൽ വ്യാപരിക്കുന്ന ദുഷ്ട അധികാരങ്ങൾ നീങ്ങണം, ദേശത്തിന്റെ മേൽ ദൈവത്തിന്റെ അധികാരം ചലിക്കണം. അതിനൊറ്റ കാര്യം കൊണ്ടേ നടക്കച്ചുള്ളൂ. കരമടിച്ചത് കൊണ്ടോ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഇരുന്നത് കൊണ്ട് പറ്റത്തില്ല. ഇനിയും മറിയാതെ നിൽക്കുന്ന അധികാരങ്ങളെ മറിക്കാൻ ചിലർ കൂടി അധികാരത്തോടെ അഭിഷേകത്തോടെ എഴുന്നേൽക്കണം. അധികാരത്തോടെ നിൽക്കുന്നവർ അവർ വീണ്ടും അഭിഷേകത്തിന്റെ ശക്തിയെ വർദ്ധിപ്പിക്കണം. എന്താ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം? വ്യക്തിപരമായി നിന്നോട് ഇന്നും പോരാ
സാത്താന്യ ശക്തിയെ ജയിക്കാൻ നിന്റെ ഭവനത്തോട് പോരാടുന്ന പൈശാചിക മണ്ഡലത്തെ ജയിക്കാൻ നിന്റെ മേൽ അസാധാരണ അഭിഷേകം വേണം. ദേശത്തിൽ വ്യാപരിക്കുന്ന സാത്താന്യ ശക്തികളെ ജയിക്കാൻ, ദേശത്തിൽ വ്യാപരിക്കുന്ന സാത്താന്യ ശക്തികളെ ജയിക്കാൻ അസാധാരണ അഭിഷേകം വേണം. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ശക്തിയോടെ വ്യാപരിച്ചാൽ ഏത് കാലത്തും സ്തോത്രം കീഴടങ്ങത്തില്ല എന്ന് പറഞ്ഞ് എത്ര ശക്തിയോടെ നിൽക്കുന്ന, എത്ര അധികാരത്തോടെ നിൽക്കുന്ന, എത്ര ബലത്തോടെ നിൽക്കുന്ന സാത്താന്യ ശക്തിയും നമ്മുടെ കാൽ കീഴെ ചതയും. അതുകൊണ്ട് ഹല്ലേലൂയ, എന്തിനാണ് അഭിഷേകം? വെറുതെ നമ്മൾ പ്രാപിക്കുകയല്ല. നമ്മൾ വായിച്ച കുറിവാക്യം, ശക്തി ലഭിച്ചിട്ട് നീ സാക്ഷിയാകും. നീ സാക്ഷിയാകുന്ന ഇടത്ത് വിരോധമായി നിൽക്കുന്ന ഇരുളിന്റെ അധികാരങ്ങൾ നിന്റെ കാൽ കീഴെ ഉടയണമെന്ന് ആഗ്രഹിച്ച ദൈവമാണ് നിന്റെ മേൽ ശക്തി പ്രാപിച്ച് നീ പോകാൻ പറഞ്ഞത്. ബുദ്ധി കൊണ്ട് ഒന്നുകൂടെ ചിന്തിക്കുക. നിന്റെ ബലം കൊണ്ട്, നിന്റെ ശക്തി കൊണ്ട്, നിന്റെ കഴിവ് കൊണ്ട് നിനക്ക് നീക്കാൻ പറ്റാത്ത, ചെയ്യാൻ പറ്റാത്ത ഏതോ കാര്യം ചെയ്യാനാണ് നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഞാൻ ഇതെല്ലാം ആവർത്തിച്ച് പറയുന്നത് വിശ്വാസത്തിലേക്ക് നിന്നെ കൊണ്ടുവരാനാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ഇവിടെ ഇരുന്നു കൊണ്ട് പറയണം, നിന്റെ ശരീരത്തോട് പോരാടുന്ന ഒരു ശത്രു ഉണ്ടെങ്കിൽ, നിന്റെ ഭവനത്തോട് പോരാടുന്ന ഒരു ശത്രു ഉണ്ടെങ്കിൽ, നിന്റെ തലമുറയോട് പോരാടുന്ന ഒരു ശത്രു ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ലൈഫിൽ ജയിക്കാൻ പറ്റാതെ നിന്നെ അടിമപ്പെടുത്തുന്ന പാപത്തിന്റെ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നിനക്ക് കരകയറാൻ പറ്റാതെ നിന്റെ ആത്മീക ഭൗതിക ജീവിതത്തെ തടഞ്ഞു വയ്ക്കുന്ന ഒരു സാത്താന്യ ശക്തി ഉണ്ടെങ്കിൽ, വിശ്വസിക്കുന്നെങ്കിൽ നീ പറയണം, ഈ ഉപവാസ പ്രാർത്ഥനയിൽ എന്നിൽ പകരുന്ന ദൈവശക്തിയാൽ ഞാൻ അതിനെ ജയിക്കുന്ന ഉപവാസമാണിത്. അതിനെ ഞാൻ തകർക്കുന്ന ഉപവാസമാണ്. എൻ്റെ മേൽ ശക്തി ദൈവം പകരും. ഏത് വെല്ലുവിളിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയെയും കരുത്തോടെ തകർക്കാൻ പറ്റുന്ന ഒരു അധികാരം, ഒരു അഭിഷേകം സർവശക്തനായ ദൈവം എൻ്റെ മേൽ പകരുമ്പോൾ ഞാൻ ശത്രുവിനെ ജയിക്കും. ഞാൻ പ്രവചിച്ച് പറയുന്നു, ഞാൻ ആത്മാവിൽ വിശ്വസിച്ചുകൊണ്ട് പറയുന്നു, കീഴടങ്ങാതെ നിൽക്കുന്ന ചിലതിനെ കീഴ്പ്പെടുത്തുന്ന ഉപവാസമാണിത്. ശാപങ്ങളെ പൊട്ടിക്കുന്ന ഉപവാസമാണ്. പിശാച് കെട്ടിയ കയറുകളെ കത്തിക്കുന്ന ഉപവാസമാണ്. പിശാച് ഇട്ടിരിക്കുന്ന സകല ദോഷങ്ങളെയും അഴിച്ചു മാറ്റുന്ന ഉപവാസമാണ്. എല്ലാ അർത്തമീസിന്റെ ശക്തികൾ, എല്ലാ ഇരുട്ടിന്റെ മണ്ഡലങ്ങളും, ഏത് പേര് പറയുന്ന ശത്രു മണ്ഡലത്തെയും കീഴ്പ്പെടുത്തി ദൈവസഭ അടുത്ത തലത്തിൽ ജയത്തിന്റെ കൊടി പിടിക്കുന്ന ഉപവാസമാണ്. നിന്റെ കുടുംബത്തിൽ, നിന്റെ ശരീരത്തിൽ, നിന്റെ ഭാവിയിൽ, നിന്റെ വിദ്യാഭ്യാസത്തിൽ, നിന്റെ സമസ്ത മേഖലയിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ജയം തരുന്ന ഉപവാസമാണ്. അതിനായി നിന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചു തുടങ്ങുന്ന പകലാണ്. നിന്റെ മേൽ കൃപ വ്യാപരിക്കുന്ന പകലാണ്. നിന്റെ ദൈവം അഭിഷേകം ചെയ്യുന്ന പകലാണ്. കരമടിച്ച് ശക്തിയോടെ സ്തോത്രം. ആ ദൂതിനകത്ത് നിന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ഈ പട്ടണത്തിൽ നിവർന്നു നിൽക്കാൻ, ഈ ദേശത്ത്, ഈ പട്ടണത്ത്, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി വ്യാപരിച്ചു നിൽക്കുന്ന ശത്രുവിൻ്റെ മുമ്പാകെ നിന്ന് അതിനെ തകർക്കാൻ ഈ ദിവസങ്ങളിൽ ചിലർ എഴുന്നേൽക്കണം. അത് നിങ്ങൾ ആഗ്രഹിച്ചാൽ ചേർന്ന് നിൽക്കുന്നവന്റെ മേൽ ദൈവം തരുന്ന അധികാരമുണ്ട്. ആ അധികാരം നീ പ്രാപിച്ചാൽ, ഞാൻ വളരെ ഗൗരവത്തോടെ നിങ്ങളോട് പറയാം, ഒരു ശത്രുവിനും ചലിക്കാൻ പറ്റാതാകും. നമ്മൾ കാലിൽ ഞാൻ പറയില്ല, സാധാരണ ഗതിയിൽ നമ്മൾ ചിന്തിക്കരുത്, അനുഭവങ്ങൾ ചിന്തിക്കരുത്. ആ ദൂതിന്റെ ആഴത്തിൽ ഇറങ്ങണം. പൗലോസും 12 പേരും ആ പട്ടണത്തിൽ നിന്ന് ജയിച്ചെങ്കിൽ അത്ര വലുതൊന്നും ഇവിടെ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷെ അതിൽ വലുപ്പമുള്ളതുണ്ടെങ്കിൽ ആഗ്രഹം വരണം, ഇതിനകത്തൊരു 12 എണ്ണം എഴുന്നേൽക്കണം, അല്ല അതിൽ കൂടുതൽ എഴുന്നേൽക്കണം. നമ്മുടെ ദേശത്തിൽ, സഭയ്ക്കകത്ത്, നമ്മുടെ രാജ്യത്തിൽ അഭിഷക്തരുടെ ഗണം എഴുന്നേൽക്കണം. ഒരുമിച്ച് നമ്മെ ഏൽപ്പിച്ച ഈ ദേശത്തെ പിടിക്കണം. ഒരുമിച്ച് നമുക്ക് ദൈവം തന്ന കുടുംബത്തിന്റെ അകത്ത് നമുക്ക് ജയമുയർത്തണം. ഒരുമിച്ച് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ എതിർത്തുകൊണ്ട് നിൽക്കുന്ന സകല ശത്രുവിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ആത്മശക്തിയാൽ ഒരു സൈന്യം പോലെ ദേശത്തിൽ പടരണം. യേശുവിന്റെ നാമത്തിൽ ജയിക്കാൻ പറ്റാതെ നിൽക്കുന്ന, കീഴടങ്ങാതെ നിൽക്കുന്ന സകലതും കീഴടങ്ങത്തക്കവണ്ണം ചിലതിന്റെ മേൽ അസാധാരണവും
വ്യക്തവും സ്പഷ്ടവുമായ ദൈവത്തിന്റെ നിയോഗങ്ങൾ കൈമാറപ്പെടട്ടെ. ആത്മപകർച്ച സ്വീകരിപ്പാൻ കരുത്തുള്ളവർ, വിശ്വസിക്കുന്നവർ ഇപ്പോൾ തന്നെ ആ ശക്തിയാൽ നിറയണം. ഒരുപക്ഷെ നിനക്ക് ഇരിക്കാൻ പറ്റാത്തതുപോലെ, നിനക്ക് മൗനമായി ഇരിക്കാൻ കഴിയാത്ത വിധം, നിനക്ക് നിർത്താൻ കഴിയാത്ത വിധം ഒരാത്മാവിന്റെ വ്യാപാര ശക്തി നിന്റെ മേൽ മൂടുന്ന നേരമായിരിക്കാം. ഏലിയാവിന്റെ മേൽ നിന്ന് പുതപ്പ് എലീശയുടെ മേൽ കൃത്യം വീണതുപോലെ ചിലതിന്റെ മേൽ ആ പുതപ്പ് വന്ന് വീഴുമ്പോൾ നിനക്ക് ഇരിക്കാൻ പറ്റാതെ സ്ഥലം മറന്ന് ഈ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങുന്ന നേരമാണ്. ഓ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ആത്മാവിന്റെ പുതപ്പ് ഇതിനകത്ത് വീഴും. സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര വിശ്വാസത്തിലോട്ട് കയറണം. വലിയ വിശ്വാസത്തിലോട്ട്, അസാധാരണ വിശ്വാസത്തിലോട്ട് കയറണം. നീ പറയണം ആമേൻ. സ്തോത്രം. നമുക്ക് ദൈവം തരുന്ന ആലോചനകളാണ്. നമ്മൾ പറയണം, നമ്മളതിനെ അതിജീവിക്കും. ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. പിടിച്ചു നിർത്താൻ പറ്റാത്തൊരാത്മതലത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടത്തണം. അസാധാരണ സാക്ഷ്യങ്ങൾ കേൾക്കണം. സ്തോത്രം. ഒരു അസാധാരണമായ മുന്നേറ്റത്തിനായി ദൈവം നമ്മെ ബലപ്പെടുത്തണം. എത്രയോ ഇടങ്ങളിൽ പരാജയപ്പെടുത്തിയ ശത്രുവിൻ്റെ ശക്തി വ്യക്തതയോടെ കാൽ കീഴെ ചതയുന്നത് നമുക്ക് കാണാൻ പറ്റണം. അതിലുപരി അഭിഷേകത്തിൻ്റെ ശക്തിയിൽ സകല പ്രതിസന്ധിയുടെ മുകളിൽ പറക്കുന്ന ഒരു സൈന്യം ഇതിൻ്റെ അകത്ത് എഴുന്നേൽക്കണം. ഈ സന്ദേശം കേൾക്കുന്നവരുടെ മേൽ അത് വ്യക്തവും സ്പഷ്ടവുമായിട്ട് ഇന്ന് പകൽക്കാലം വീഴുവാൻ ഇടയായി തീരണം. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. ഒരുങ്ങുക അതുകൊണ്ട്. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. വലിയ ആത്മശക്തിയോടെ നിൽപ്പാൻ, ആത്മശക്തിയോടെ പ്രാർത്ഥിപ്പാൻ, ശുശ്രൂഷിപ്പാൻ ദൈവം നമ്മെ നിറയ്ക്കാൻ ഇഷ്ടപ്പെടുന്നു. ചിലതിനെ ജയിക്കത്തക്കവണ്ണം നിന്നെ ഹല്ലേലൂയ കരുത്തുറ്റ അനുഭവത്തിലാക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ നിമിഷങ്ങൾ നിങ്ങൾ കേൾക്കുന്ന വചനത്തിനൊത്തവണ്ണം, ഈ കേട്ട ഈ ഒരു ഭാഗത്തിനൊത്തവണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ തുടങ്ങണം. പ്രാർത്ഥിക്കാൻ തുടങ്ങണം. സ്തോത്രം. പൗലോസ് ഹല്ലേലൂയ എഫെസോസിൽ ശുശ്രൂഷിച്ചു. അവിടെ ഹല്ലേലൂയ ദൈവത്തിന്റെ സഭ വന്നു. ശക്തമായി ദൈവസഭ എന്ത് ചെയ്തു? ഉയർന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ ഈ ദേശം മുഴുവൻ ഇന്ന് ഇരുളാണെങ്കിൽ നാളെ ഇവിടെ ദൈവസഭ പരക്കും. നിന്റെ ഭവനത്തിന്റെ അകത്ത് ഇരുട്ടിന്റെ അധികാരമെങ്കിൽ ആ ഇരുട്ടിന്റെ അധികാരം നീങ്ങും. ശാപങ്ങൾ പിന്തുടരുന്നെങ്കിൽ അതിന് അറുതി വരും, അതിന് ഫുൾ സ്റ്റോപ്പ് ഇടും. എന്നിട്ട് ദൈവമഹത്വം അവിടെ വെളിപ്പെടും. രണ്ടും രണ്ടായി മാറിയില്ലേ? ഇപ്പൊ ദുരാത്മാവല്ല ദേശത്തിൽ ചലിക്കുന്നേ, ദൈവത്തിന്റെ മഹത്വമാണ്. ദൈവത്തിന്റെ മഹത്വമാണ്. ഞാൻ പറയട്ടെ, നിന്റെ വീടിനകത്തും ചലിക്കുന്ന ആ പൈശാചിക മണ്ഡലങ്ങൾ നീങ്ങി പരിശുദ്ധാത്മാവ് ചലിക്കാൻ തുടങ്ങും. അതിൻ്റെതായ വ്യത്യാസം നമ്മൾ വ്യക്തതയോടെ തിരിച്ചറിയും. ഹല്ലേലൂയ. നിങ്ങൾ വേദപുസ്തകം പഠിച്ചാൽ പിന്നത്തേതിൽ പൗലോസ് എഫെസോസ് സഭയ്ക്ക് ലേഖനം എഴുതുന്നുണ്ട്. ഞാൻ പണ്ട് സഭയുടെ ആരംഭം പറഞ്ഞ കാര്യങ്ങളാണത്. എഫെസോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ താൻ കാരാഗ്രഹത്തിൽ കിടന്ന് ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ ആ വാക്യം ഒന്നെടുത്ത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങളാണ്. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. ഈ ഹല്ലേലൂയ അർത്തമീസ് വാണ പട്ടണത്തിൻ്റെ അകത്ത് ആമേൻ പൗലോസ് വന്നു 12 പേരെ ഹല്ലേലൂയ സ്നാനപ്പെടുത്തി അവർ അഭിഷേകം പ്രാപിച്ച് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് വേദപുസ്തകത്തിൽ ആ പട്ടണത്തിൽ പൗലോസ് ചെയ്തതറിയാം. ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്. ആമേൻ. ഒരുപാട് കാര്യങ്ങൾ നടന്നു. ആമേൻ. ആ സഭ അവിടെ വളർന്ന് ഉയർന്നു. ആമേൻ. സ്തോത്രം. പൗലോസിനെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ആമേൻ അറസ്റ്റ് ചെയ്ത് കാരാഗ്രഹത്തിലാക്കി. സ്തോത്രം. പിന്നത്തേതിൽ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ആ സഭയെ ഓർത്ത് താൻ ലേഖനം എഴുതുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇന്നതെന്ന് പൗലോസ് ഹല്ലേലൂയ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ചേ. അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്ത് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വവുമുള്ള പിതാവായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും
വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിച്ചേ, പൗലോസിന്റെ ശക്തമായ പ്രാർത്ഥനയാണത്. സഭയ്ക്ക് വേണ്ടി എഫെസോസ് സഭയ്ക്ക് ലേഖനം എഴുതുക, എഫേസ്യ സഭയ്ക്ക് ലേഖനം എഴുതുക. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പറയാം, ഞാൻ നിങ്ങളെ പ്രാർത്ഥിക്കുക. പൗലോസ് ആ സഭയെക്കുറിച്ച് കേട്ടു, അത് നല്ല കാര്യമാണ്. നിങ്ങളുടെ വിശ്വാസം, നിങ്ങളുടെ സ്നേഹം, ഇത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിൽ നിൽക്കുന്ന സഭ എന്നെ വളരെ ശ്രദ്ധിക്കണേ. ഞാനിത് വളരെ ചുരുക്ക സമയം എടുത്ത് പറയും. ഞാൻ പറഞ്ഞല്ലോ, സഭയുടെ ആരംഭത്തിൽ ഞാനിത് പറഞ്ഞു പഠിപ്പിച്ച് എൻ്റെ ജീവിത അനുഭവം ഞാൻ പറഞ്ഞു. ഒരു ശുശ്രൂഷകനായി നിൽക്കാൻ ദൈവം എന്നെ പ്രാപ്തനാക്കിയ വാക്യങ്ങളാണ്. ഈ പ്രാർത്ഥന എന്നെ ഒരു ദൈവദാസൻ ഗ്രഹിപ്പിച്ച് തന്നപ്പോൾ അന്ന് തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങളോടെല്ലാം ഞാൻ പറഞ്ഞു, ഇത് കാണാതെ പഠിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ വ്യക്തിപരമായ പ്രാർത്ഥനയാക്കി മാറ്റണം. സ്തോത്രം. ആമേൻ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ ആകാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു. എത്ര പേർ പ്രാർത്ഥിച്ചു എനിക്കറിയത്തില്ല, എത്ര പേർ കാണാതെ പഠിച്ചു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് തന്ന നിർബന്ധമാണ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ വീണ്ടും ഞാൻ ഈ വാക്യങ്ങളെ നിങ്ങളോട് പറയുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ മുന്നമേ പറഞ്ഞ ഒരു ദൂതാണ് എടുത്തത്. വാഗ്ദത്തത്തിന് വേണ്ടി പോരാടണം. ആമേൻ. സ്തോത്രം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുമ്പോൾ ഇന്നലകളിൽ പറഞ്ഞ വാഗ്ദത്തത്തിന്റെ നിവർത്തിയുടെ നേരമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അത് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുക്കപ്പെട്ടവർക്കായി സ്തോത്രം. അല്ലാതുള്ളവർ ഒരുങ്ങണം. കാരാഗ്രഹത്തിൽ കിടന്ന് ദൈവസഭയെക്കുറിച്ച് കേട്ടു. സഭ നന്നായിരിക്കുന്നു, അവർ വിശ്വാസത്തിൽ വളരുന്നു, അവർ ആത്മീക വർധന വരുന്നു, അവർക്ക് പരസ്പര സ്നേഹമുണ്ട്. അതെല്ലാം കേട്ടിട്ട് ഇടവിടാതെ ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ആ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ വളരെ ശ്രദ്ധിക്കണമേ. എഫേസ്യ സഭയുടെ പ്രത്യേകത അഭിഷേകം പ്രാപിച്ചവരുടെ കൂട്ടമാണ്, അന്യഭാഷ ഉള്ളവരാണ്, പ്രവചിക്കുന്നവരാണ്, ശക്തമായി ആമേൻ ഹല്ലേലൂയ സ്നാനപ്പെട്ട്, നമ്മെ പോലെ അല്ല, സ്നാനപ്പെട്ട് ഉപദേശപ്രകാരം നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ സ്നാനപ്പെടാത്തവരുണ്ട്, സ്നാനപ്പെട്ടവരുണ്ട്. ആ ഒരു ആത്മതലമല്ല. അവിടെ സഭ അടിസ്ഥാന ഉപദേശത്തിൽ പണിയപ്പെടുന്നവരാണ്. നിങ്ങൾ പഠിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തി പഠിച്ചാൽ മനസ്സിലാകും. സ്നാനം, അപ്പോസ്തലിക ഉപദേശം, അപ്പം നുറുക്ക്, കൂട്ടായ്മ, പ്രാർത്ഥന, ഇതെല്ലാം ആചരിച്ച് കൃത്യതയോടെ പോകുന്ന ദൈവസഭയാണ് എഫെസോസ് സഭ. ആദ്യ നൂറ്റാണ്ടിൽ പണിയപ്പെട്ട എല്ലാ സഭകളും അങ്ങനെയാണ്. അതിന്റെ നിഴൽ പോലെ നമ്മൾ നിൽക്കുന്നു. നമുക്കും കുറച്ചുകൂടെ പെർഫെക്ഷനിലേക്ക് വരേണ്ട ആവശ്യമുണ്ട്. അവിടെ ഹല്ലേലൂയ അവരെ കുറിച്ച് പൗലോസ് കേട്ടിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. ഒന്നാമത്തെ പ്രാർത്ഥന, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ തരണം. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നാലേ ഗ്രഹിക്കാൻ പറ്റൂ. നല്ല ക്ഷീണം വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഞാനിപ്പോൾ പറയുന്നത്. സ്തോത്രം. ആമേൻ. സ്തോത്രം. പക്ഷേ ഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ, കേട്ടിട്ട് കാര്യമില്ല, ഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഒന്നാമത് ദൈവസഭ മനസ്സിലാക്കണം. ഈ ലേഖനം പൗലോസ് എഴുതി എഫെസോസ് സഭ വായിക്കുമ്പോൾ എഫെസോസ് സഭ തിരിച്ചറിയണം, ഞങ്ങൾക്ക് അഭിഷേകമുണ്ടെങ്കിലും, ഞങ്ങൾക്ക് ഹല്ലേലൂയ കൃപാവരങ്ങളുണ്ടെങ്കിലും, ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും ശുശ്രൂഷിക്കുന്നവരാണെങ്കിലും ഞങ്ങൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കേണ്ട ആ കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ അഭിഷക്തൻ കാരാഗ്രഹത്തിൽ പ്രാർത്ഥിക്കുന്നത്. ഇന്ന് പകൽ പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും തിരിച്ചറിയണം, ഞങ്ങൾക്ക് അഭിഷേകമുണ്ട്, ആത്മാവിൽ വളർന്നു എങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാന പൂർത്തി പ്രാപിക്കേണ്ടതുണ്ട്. ഒരു വലിയ പ്രസംഗ വിഷയമാണ് അത്. നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ ആ വിഷയത്തെ കിടക്കുന്ന വാക്യങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റും. നമ്മൾ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ അഭിഷേകമുള്ള നമുക്കില്ലാത്തൊരു കാര്യം പൗലോസ് പ്രാർത്ഥിക്കുന്നു. അതിന്റെ അർത്ഥം പ്രാർത്ഥിച്ചാൽ ഇത് കിട്ടും, പ്രാർത്ഥിച്ചാൽ ഇത് കിട്ടും. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഞാൻ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. ആ പരിജ്ഞാനം ഇല്ലാത്തതാണ് പലരും നശിക്കാൻ കാരണം, വിശ്വാസികൾ നശിച്ചു പോകാൻ കാരണം. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമുക്ക് കിട്ടുമ്പോൾ ആ പരിജ്ഞാനത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ്. സ്തോത്രം. ഞാൻ കുറച്ചുകൂടെ താഴോട്ട് പറഞ്ഞോ. ഞാനിങ്ങനെ ആവേശത്തിൽ പ്രസംഗിച്ച് അങ്ങ് പോവുക. ഇതെന്നാന്ന് അറിഞ്ഞാലേ പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തോട് ചോദിച്ചാലേ കിട്ടും, പ്രാർത്ഥിച്ചാലേ കിട്ടത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ സെക്ഷൻ കേൾക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ അകത്തില്ലാത്തത് എന്തോ ദൈവത്തിന് പകരണം. നമ്മിൽ ഇതുവരെ ഇല്ലാത്തത് ചിലത് പകരണം. ഇതുവരെ പ്രാപിക്കാത്തവരത് പ്രാപിക്കണം, ഇതുവരെ ലഭിക്കാത്തവർക്ക് ലഭിക്കണം. ആത്മശക്തി ഉള്ളവർക്ക് ഇന്ന് വരെ അവരുടെ അകത്ത് ദൈവം പകരാത്തത് എന്തോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പകരാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ കൈയടിച്ചാലും വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ വിശ്വസിക്കുന്നു ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും, ഉറപ്പിച്ച് ദൈവം ചെയ്യും. ഹല്ലേലൂയ. നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ വളരെ ഗൗരവത്തോടെ പൗലോസ് പ്രാർത്ഥിക്കുകയാണ് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. അപ്പൊ നിങ്ങൾ എന്നാ പ്രാർത്ഥിക്കണം മക്കളെ? ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കണം. അത് പ്രാർത്ഥിക്കാതെ നമ്മൾ ദൈവം ഉണ്ടോ എന്നുള്ള സംശയത്തിലാണ് നമ്മളിപ്പോ. സ്തോത്രം. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം. ദൈവം ആര്? നമ്മുടെ ഈ ചെറിയ തലച്ചോറ് വെച്ച് എൻ്റെ ഒരു ചിന്തയനുസരിച്ച് വാക്കുകൊണ്ട് മുഴു ലോകത്തെയും ഉരുവാക്കി പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച സ്തോത്രം ദൈവം. ഭൂമിയേക്കാൾ എത്രയോ ഇരട്ടി വലിപ്പമുള്ള ഗോളങ്ങളുണ്ട് അല്ലേ? ഭൂമിയേക്കാൾ വലിപ്പമുള്ള ഗോളങ്ങളുണ്ട്. കണ്ടുപിടിച്ച് തീർന്നിട്ടില്ല, എങ്കിലും കണ്ടുപിടിച്ചത് വച്ചിട്ട് ഇതെല്ലാം ചമച്ച ദൈവത്തെ നമ്മളുടെ ഈ ചെറിയ
ഒരു തേങ്ങയുടെ വലിപ്പമുള്ള അത്രയും ഇല്ല. ആ തലച്ചോറ് കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എങ്ങും എത്തത്തില്ല, പരിജ്ഞാനത്തിൽ ധരിക്കാൻ പറ്റത്തില്ല. ആമേൻ, സ്തോത്രം. അതിന് ദൈവം ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവിനെ തരണം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? സ്വർഗം പകരുന്ന ചിലത് നമ്മുടെ അകത്തേക്ക് വന്നാൽ വളരെ ഈസി ആയിട്ട് ദൈവത്തെ മനസ്സിലാക്കി കരുത്തോടെ ജീവിക്കാം. അതിലുപരി ഈ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവെന്ന് പറയുന്നൊരു സാധനമുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരുപാടടുത്ത് നിങ്ങൾക്ക് കാണാം അതിന്റെ വകഭേദങ്ങൾ. അപ്പൊ ഈ ജ്ഞാനത്തിന്റെയും അപ്പൊ സ്വർഗം തരുന്ന ജ്ഞാനം, നമ്മുടെ ജ്ഞാനം വെച്ചിട്ട് നമ്മൾ ഹല്ലേലൂയ ഇരിക്കരുത്. വെളിപ്പാടിന്റെ, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെ ആത്മാവ്. അവിടെ തന്നെ നമുക്കറിയാം, മറഞ്ഞിരിക്കുന്നതെല്ലാം വെളിപ്പെടുത്തുന്ന പരിശുദ്ധി ആത്മാവിനെ നമ്മുടെ അകത്ത് തരാൻ ദൈവം ശക്തനാണ്. ഞാൻ ഇതിന്റെ അടുത്ത വശമാണ് നാളെ പറയുന്നത്. ഇന്ന് അടിസ്ഥാനം ഇടുക. നാളെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയെക്കുറിച്ചും അതിനെ പ്രാപിക്കാനുള്ള മേഖലയിലൂടെ കയറുന്നത്. ഞാൻ വിശ്വസിക്കുന്നു പ്രിയരെ, നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിൽ ദൈവം നിറച്ചിരിക്കും. പാട്ട് പാടിയാലും ഇല്ലെങ്കിലും, കൈയടിച്ചാലും ഇല്ലെങ്കിലും, ഇതിൻ്റെ അകത്ത് ആത്മാവിൻ്റെ അസാധാരണ ആമേൻ സ്തോത്രം, ആ നിറവിൻ്റെ അകത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ചിലരെ കൊണ്ടുവരും. സ്തോത്രം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? അവർ കരുത്തോടെ, നിങ്ങൾ ശക്തമായി തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. കരുത്തോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. വ്യക്തവും സ്പഷ്ടവുമായ പ്രാർത്ഥനയാണ് നമ്മെ അതിലേക്ക് കൊണ്ടുവരിക. എൻ്റെ പ്രാർത്ഥന അതിന് നിങ്ങളെ സഹായിക്കും, നിങ്ങളുടെ പ്രാർത്ഥന എന്നെ സഹായിക്കും. പൗലോസ് കാരാഗൃഹത്തിൽ കടന്ന് പ്രാർത്ഥിക്കുക, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ചേർന്ന്. രണ്ടാമത്തെ പ്രാർത്ഥന, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് ദൈവത്തിന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിങ്ങൾ അറിയണം. അയ്യോ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അഭിഷേകമുണ്ട്, നമ്മൾ ആരാധിക്കുന്നുണ്ട്, എന്തൊക്കെയോ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് അന്യഭാഷ പറയുന്നവനും തിരിച്ചറിഞ്ഞാത്ത ഒരു വിഷയമാണിത്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവ്, ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. അപ്പൊ ഇതൊക്കെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ശേഷം നടക്കുന്ന കാര്യമല്ലേ? ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണമെന്നുള്ളത്. എല്ലാവരും പോയോ? സ്തോത്രം. ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചാൽ നമ്മെ ദൈവം വിളിച്ച ദൈവത്തിന്റെ ആശ എന്നറിയാം. തൻ്റെ വിളിയാലുള്ള ആശ എന്നെ. നമുക്കതൊന്നും അറിയത്തില്ല. എന്ത് കേട്ടാലും നമ്മളെ കൈയും കാലും കൊണ്ട് തട്ടി നടക്കുക. അതിന്റെ കാര്യം എന്നാണെന്നറിയോ? നമുക്കറിയത്തില്ല എന്തിനാ ദൈവം നമ്മെ വിളിച്ചതെന്ന്. ദൈവത്തിൻ്റെ ആശ എന്നത് എന്നെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച്. അതറിയണമെങ്കിൽ ഇങ്ങനെ ഒരു പ്രവൃത്തി തമ്മിൽ നടക്കണം. നമുക്ക് ഈ തികഞ്ഞവരായി എന്ന ചിന്ത എന്നകത്ത് കയറും, അന്ന് നമ്മൾ തോറ്റു. നമുക്കൊന്നും ദൈവത്തിനായി ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ മറ്റ് പലരും ചെയ്യുന്നത് കണ്ട് അനുകരിച്ച് മുമ്പിലേക്ക് പോകും. പലരും ചെയ്യുന്നത് കണ്ട്, അതാ ദൈവസഭയ്ക്ക് പറ്റുന്ന ഒരു പ്രശ്നം. വേറെ നിവർത്തിയില്ല. ഇന്ന് അവർ ചെയ്യുന്നു, അവരുടെ പ്രാർത്ഥന കണ്ട് പ്രാർത്ഥിക്കുന്നു, അവരുടെ ശുശ്രൂഷ കണ്ട് ചെയ്യുന്നു, ആ ശുശ്രൂഷകൻ ചെയ്യുന്നു, ഞാൻ ചെയ്യുന്നു. എന്നെക്കുറിച്ചുള്ള ആശ എന്ത്, എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി എന്ത്, ഇതൊന്നും ഗ്രഹിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നിങ്ങൾ ഹല്ലേലൂയ വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ സമർപ്പിക്കണം. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കണം. കർത്താവിനോട് പറയണം, ദൈവമേ, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്കില്ല. എഫെസോ സഭയ്ക്കില്ല, പക്ഷെ അവർ വീണ്ടും പണിയപ്പെടുന്നത് കാണാം. നിങ്ങൾ ആ സഭയെക്കുറിച്ച് പഠിച്ചാൽ ആ സഭയ്ക്ക് തന്നെയാണ് പൗലോസ് എഴുതുന്ന, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടണം. സഭയോടെ ഇതൊക്കെ സംസാരിക്കുന്ന, അഭിഷേകം പ്രാപിച്ച് നമ്മളെപ്പോലെ ഒരുങ്ങി വന്നവർക്ക് ഈ ശ്രേഷ്ഠകരമായ കാര്യം. മറ്റുള്ളവരുടെ അഭിഷേകം എന്ന ഒറ്റ വാക്കിൽ, ആത്മശക്തി എന്ന ഒറ്റ വാക്കിൽ, ആത്മനിറവെന്ന ഒറ്റ വാക്കിൽ പ്രസംഗിച്ച് അവസാനിപ്പിക്കാൻ പറ്റുന്ന വിഷയമാണ്. ദൈവസഭയിൽ വന്നവർ തിരിച്ചറിയണം പൗലോസ് എന്തുകൊണ്ടാണ് എഴുതുന്നത്, പൗലോസ് എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഒന്ന്, പൗലോസിന്റെ അടങ്ങാത്ത വാഞ്ച. രണ്ട്, ഇതവർ പ്രാപിക്കണം. ആരാ ഈ പൗലോസ്? ശക്തിയുടെ അളവറ്റ വലിപ്പം രുചിച്ചറിഞ്ഞവനാണ് അദ്ദേഹം. ആ മനുഷ്യൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്, തേജസ്സോടെ നിൽക്കുന്നത്, വളരെ കൃത്യതയോടെ, വളരെ വ്യക്തതയോടെ ബൈബിൾ അടയാളപ്പെടുത്തുന്നു. അത് അനുഭവിക്കുന്ന മനുഷ്യൻ തൻ്റെ ശുശ്രൂഷയിൽ ഉരുവായവരും സഭ മുഴുവനും ആ ശക്തി അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം അവർക്ക് വേണം. സ്തോത്രം. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിനൊത്തവണ്ണം ഉചിതമല്ലാത്തത് ചെയ്യാൻ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു എന്ന് റോമാലേഖനത്തിൽ കാണാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. കാരണം നമ്മൾ ഒരു പഠനത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് പ്രാപിക്കുന്നതിൽ നിന്ന് നമ്മൾ ചില ബാക്കിലേക്ക് പോകും, നമ്മുടെ ഉത്സാഹം പോകും. സ്തോത്രം. അപ്പം നിങ്ങൾക്ക് ബോധ്യം വന്നാൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം.
യാചിക്കുന്നവനിലേ കിട്ടത്തുള്ളൂ. യാചിക്കാത്ത ആർക്കെങ്കിലും കിട്ടുമോ പരിശുദ്ധാത്മാവിനെ? യാചിക്കാത്ത ആർക്കും പരിശുദ്ധാത്മാവിനെ കിട്ടത്തില്ല. യാചിക്കുന്ന ഏവനും കർത്താവ് എന്ത് ചെയ്യും? കൊടുക്കും. നിങ്ങൾ ഹല്ലേലൂയ വിശ്വസിച്ചാലേ വിളിച്ചപേക്ഷിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളെ അറിയിക്കുക എന്നതാണ് ദൈവസഭയുടെ ഉത്തരവാദിത്വം. അറിയിക്കുക എന്നതാണ് ദൈവദാസൻ എന്ന രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വം. നാം ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ അത് നേടിയെടുക്കാൻ പറ്റും. സ്തോത്രം. അപ്പൊ ഹല്ലേലൂയ, ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. ഹൃദയദൃഷ്ടിയെ കുരുടാക്കുന്ന ഒരുവനുണ്ട്. അതാരാ? പിശാച്. യേശു കർത്താവിന്റെ തേജസ്സുള്ള സുവിശേഷം പ്രകാശിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കുന്നു. സ്തോത്രം. ഹൃദയ കണ്ണുകൾ പ്രകാശിക്കാതിരിക്കാൻ പിശാച് ശ്രമിക്കുമ്പോൾ ദൈവത്തിന്റെ അഭിഷക്തം പ്രാർത്ഥിക്കുന്നു, ഇവരുടെ കണ്ണ് തുറക്കണം. ഹൃദയ ദൃഷ്ടി പ്രകാശിച്ച് കിട്ടിയാൽ അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നറിയാം. ഞാൻ താഴോട്ട് വരണോ? അവന്റെ വിളിയാലുള്ള ആശ എനിക്കിത് മനസ്സിലാക്കി തരണമെന്ന് ഭയങ്കര ആഗ്രഹം. മക്കളെ, നിങ്ങൾക്ക് 2 കണ്ണുള്ള എന്നാത്തിനാ? ഈ 2 കണ്ണെന്തിനാ? ഉറക്കെ പറ. അയ്യോ, 2 കണ്ണെന്തിനാ നിങ്ങൾക്ക് ദൈവം തന്നേ? ഉറക്കെ പറഞ്ഞേ. എന്തോ കാണാൻ? എന്തോ കാണാൻ? ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ച കാണത്തക്ക സകലത്തെയും കാണാനാണ് ഈ 2 കണ്ണ്. അത് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഈ കണ്ണുള്ളത് കൊണ്ടാണ് നമ്മൾ കാണുന്നേ. ഈ കണ്ണുള്ളത് കൊണ്ടാണ് നമ്മൾ കാണുന്നേ. ബൈബിള് പറയുന്നു നിന്റെ ഹൃദയ കണ്ണിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന ഈ 2 കണ്ണ് നിനക്ക് പുറത്തിരുന്ന് നീ അതിനെ കണ്ട് വിശ്വസിക്കുന്നത് പോലെ ദൈവ സൃഷ്ടിയായി നീ വിശ്വസിച്ചോണം. നിന്റെ അകത്ത് ഹൃദയ ദൃഷ്ടി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഹൃദയ കണ്ണ്, ഹൃദയ ദൃഷ്ടി. സ്തോത്രം. ആ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിച്ചേ മക്കളെ. ഈ തുറന്ന കണ്ണുകൊണ്ട് നീ ഭൂമിയെ നോക്കുമ്പോൾ ഈ ലോകത്തെ നീ കാണുന്നില്ലേ? എന്നെ കാണുന്നില്ലേ? അങ്ങനെയെങ്കിൽ കണ്ണ് കാണാനുള്ളതെങ്കിൽ ഹൃദയ കണ്ണ് എന്തിനാ? ഹൃദയ കണ്ണ് എന്തിനാ? കാണാനല്ലേ? അല്ലേലിയ എന്ത് ചോദിച്ചാലും അല്ലേലിയ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? നിങ്ങളൊന്ന് ഗ്രഹിച്ചേ. ഈ കണ്ണുകൊണ്ട് ഞാൻ കാണുക. സ്തോത്രം. അങ്ങനെ അകത്ത കണ്ണുണ്ട്. ആ കണ്ണ് തുറക്കാതിരുന്ന ഒന്നും കാണാൻ പറ്റത്തില്ല. തുറന്നാൽ ഈ അകം കണ്ണുകൊണ്ട് കാണാൻ എന്തോ ദൈവം വച്ചിട്ടുണ്ട്. പുറം കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതും അകം കണ്ണുകൊണ്ട് മാത്രം കാണാൻ പറ്റുന്നതുമായ എന്തോ ആത്മമണ്ഡലത്തിലുണ്ട്. ശരിയല്ലേ ഞാൻ പറയുന്നേ? പുറം കണ്ണുകൊണ്ട് വായിക്കുന്നതിനേക്കാൾ അകം കണ്ണുകൊണ്ട് വായിച്ചാൽ വചനം കാണാൻ പറ്റും. ആത്മമണ്ഡലത്തിൽ സഞ്ചരിക്കുന്ന സകലത്തെയും അകത്തെ കണ്ണുകൊണ്ട് കാണാം. നാളെ നിന്റെ അകത്തെ കണ്ണുകൊണ്ട് കാണാം. പൈശാചിക മണ്ഡലത്തെ അകം കണ്ണുകൊണ്ട് കാണാം. അതിലെല്ലാം ഉപരി ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നിന്റെ നിത്യതയെ നിനക്ക് അകം കണ്ണുകൊണ്ട് കണ്ട് ജീവിക്കാൻ പറ്റും. അത് കണ്ടവരാണ് അതിനെക്കുറിച്ച് വർണ്ണിച്ചത്. അത് കണ്ടവരാണ് അതിനെക്കുറിച്ച് ആഴമായി പ്രഖ്യാപിച്ചത്. അകത്തെ കണ്ണ് തുറക്കാത്തത് കൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ. ഞാൻ സാധാരണ പറയും കേട്ടോ, ഈ വിശ്വാസത്തിൽ വന്ന് നമ്മൾ ജീവിക്കുമ്പോൾ മക്കളെ നമ്മളോടൊക്കെ വന്ന് സ്തോത്രം പലരും ചോദിക്കും, എന്നോട് ചോദിക്കും, എന്നെ മദ്യപിക്കാത്ത എന്തുകൊണ്ടാണ്? മദ്യത്തിൽ ലഹരിയുണ്ട്, മദ്യത്തിൽ സന്തോഷമുണ്ട്, മറ്റ് പല കാര്യത്തിലും ഒത്തിരി സുഖങ്ങളുണ്ട്, ഈ ലോകത്തിൽ ഒത്തിരി സുഖങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്താ പോകാത്തെ? സ്തോത്രം. ഹല്ലേലൂയ. ഈ അകം കണ്ണ് പ്രകാശിച്ചവന് അകം കണ്ണുകൊണ്ട് കാണുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് അത് തിരിച്ചറിയണം. ഈ അകം കണ്ണുകൊണ്ട് കാണുന്ന സംഭവം അകത്തെ കണ്ണുകൊണ്ട് നമ്മൾ കാണാൻ തുടങ്ങുമ്പോൾ ഈ പുറം കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം ചെറുതാകും. മനസ്സിലാകുന്നു? ഈ പുറം കണ്ണുകൊണ്ട് കാണുന്നതും അതിലുണ്ടാകുന്നതും എല്ലാം ചെറുതാകുമ്പോൾ ഈ അകത്തെ കണ്ണുകൊണ്ട് കാണുന്നതിൻ്റെ വില മനസ്സിലാകുമ്പോൾ സ്തോത്രം, ഈ പുറം കണ്ണുകൊണ്ട് കാണുന്ന ഒന്നും വേണ്ടെന്ന് വെക്കും. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ അവർക്ക് കൊടുക്കാനുള്ള മറുപടി, നീ കാണാത്തത് കണ്ടിട്ടാ ഞാൻ നിൽക്കുന്നേ. നീ അനുഭവിക്കാത്ത സന്തോഷം അത് നിമിത്തം തുള്ളിച്ചാടി. മദ്യത്തിന് തരാൻ പറ്റാത്ത സന്തോഷം നിനക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ ക്രിസ്ത്യാനിയല്ല, അല്ലേ? വീഞ്ഞു കുടിച്ച് മത്തരാകരുതെന്നും ആത്മാവിൽ ഗീതങ്ങൾ പാടിയല്ലേ? സങ്കീർത്തനങ്ങൾ സ്തുതികളാൽ ആത്മാവിൽ ഹല്ലേലൂയ ഗീതങ്ങൾ പാടി അതിനേക്കാൾ ആഴമായ ആത്മീക സന്തോഷത്തിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പൊ ധൈര്യത്തോടെ ആർക്കാ പറയാൻ പറ്റുന്നത്? നീ ഇതിനെ വിലയില്ലാത്തതായി കണ്ട് പുച്ഛിച്ചുകൊണ്ട് ആത്മീക ഗൗരവമുള്ള ആത്മീക ജീവിതത്തെ ഗൗരവമെന്ന് എണ്ണി ആരാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നതെന്ന് ചോദിച്ചാൽ അകത്തെ കണ്ണ് തുറന്നവന്. അവൻ പറയും, പൊന്നുമോനെ നീ കാണാത്തത് ഞാൻ കാണുക, നീയും കൂടെ അത് കാണണമെന്ന എൻ്റെ പ്രാർത്ഥന.
അങ്ങനെയെങ്കിൽ ഒരു കാരണവശാലും ദൈവത്തെ വിട്ട് പോകാൻ പറ്റത്തില്ല, ലോകത്തിന്റെ പുറകെ പോകാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ അകത്തെ കണ്ണെന്ത് ചെയ്യണം, തുറക്കണം. അകത്തെ കണ്ണ് തുറക്കും. പിന്നെ അറിയുന്നത് ഈ ലോകത്തിൽ എന്തെന്നല്ല, അവന്റെ വിളിയാലുള്ള ആശ എന്നാന്ന്. ആ വിളിയാലുള്ള ആശ ഗ്രഹിക്കുന്നവന് പിന്നെ അതിലെത്തുക എന്നതാണ് വെപ്രാളം. അതിലെത്തുക എന്നതാണ് പിന്നെ അവന്റെ വെപ്രാളം. ആ വിളിയാലുള്ള ആശ അത് പൂർത്തീകരിക്കണം. കർത്താവിന് വേണ്ടി എന്താ ചെയ്യേണ്ട? ഈ ആയുസ് തീരുന്നതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നറിയാൻ പറ്റും. സ്തോത്ര. ഓർഡറിൽ നിങ്ങളത് പ്രാർത്ഥിക്കണം. ഞാൻ വീണ്ടും മക്കളോട് പറയുന്നു, കഴിയുമെങ്കിൽ വീട്ടിൽ ചെന്ന് എഴുതി കാണാതെ പഠിച്ച് ആമേൻ ആ വാക്ക് പറഞ്ഞ് നിങ്ങളുടെ പ്രാർത്ഥനയായി, കർത്താവേ എനിക്ക് നിന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, ജ്ഞാനത്തിന്റെ വെളിപ്പാടിന്റെ ആത്മാവിനെ ചരണം. ആമേൻ. എൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അങ്ങ് എന്നെക്കുറിച്ച് വെളിയാലുള്ള ആശ ഇന്നതെന്ന് ഞാൻ അറിയണം. മറ്റുള്ളവർക്ക് വേണ്ടി വിചാരിച്ചിട്ട് കാര്യമില്ല. സ്തോത്രം. എൻ്റെ ഹൃദയദൃഷ്ടി നീ പ്രകാശിപ്പിച്ചു തരണം. വെളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയണം. അടുത്ത വിഷയമാണ് ആമേൻ സ്തോത്രം. അത് നടന്നാൽ വിശുദ്ധന്മാരുടെ ഇടയിൽ നമുക്കുള്ള അവകാശത്തിന്റെ മഹിമാതനം. ഇത് ഹല്ലേലൂയ എല്ലാവർക്കും മനസ്സിലാകത്തില്ല. വിശുദ്ധന്മാർക്ക് ആമേൻ വിശുദ്ധന്മാരുടെ ഇടയിൽ നമുക്കൊരു അവകാശമുണ്ട്, എനിക്കൊരു അവകാശമുണ്ട്. ഇതൊന്നും അറിയാതെ വരുമ്പോൾ നമ്മൾ ഇടറിപ്പോകും. നമ്മൾ എന്തിനാ വിശുദ്ധ ജീവിതം നയിക്കുന്നത്? എന്തിനാ വ്യത്യസ്തമായ ജീവിതം നയിക്കുന്നത്? നമുക്കൊരു അവകാശമുണ്ട്. ഈ ലോകത്തിന് കിട്ടാത്തൊരവകാശം, ദൈവമക്കളല്ലാത്ത ആർക്കും കിട്ടാത്തൊരവകാശം, യേശുവിനെ അറിയാത്ത ആർക്കും കിട്ടാത്ത, വിശ്വസിച്ച് സ്നാനപ്പെടാത്ത ആർക്കും കിട്ടാത്തൊരവകാശം നമുക്കുണ്ട്. അത് ക്ഷയം, മാലിന്യം, വാട്ടം ഇല്ലാത്തതെന്നൊക്കെ പറഞ്ഞ് ബൈബിൾ വിശദീകരിക്കുന്നു. പക്ഷേ എത്ര ആവർത്തിച്ച് പ്രസംഗിച്ചാലും നീ അത് ഗ്രഹിക്കണം. ഞാൻ പ്രസംഗിച്ച് പഠിക്കാൻ പറ്റുമെങ്കിൽ പൗലോസ് എഴുതി കൊടുത്താൽ മതി. പൗലോസ് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ വിളിയാലുള്ള ആശ അറിയണം, വിശുദ്ധന്മാരുടെ ഇടയിലുള്ള നിങ്ങൾക്കുള്ള അവകാശത്തിന്റെ മഹിമാതനം അറിയണം, അതിന്റെ മഹത്വം അറിയണം. അതറിയുമ്പോഴാണ് മറ്റെല്ലാം ചപ്പും ചവറുമെന്ന് തോന്നുന്നത്. അത് ആത്മാവിൽ ഗ്രഹിച്ചാൽ മാത്രമേ ലോകം വെറുക്കാൻ പറ്റത്തുള്ളൂ. അത് ചവറെന്നെണ്ണാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ രണ്ടിലും കൂടെ ചവിട്ടി വല്ലാതെ നശിക്കും. അതാ സഭയ്ക്ക് വേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ഇതൊന്ന് ദൈവസഭ ഗ്രഹിക്കണം. അപ്പൊ അത് നമ്മൾ ഗ്രഹിക്കാൻ ഭയക്കരുത്, അത് ഗ്രഹിക്കാൻ അറയ്ക്കരുത്. അപ്പൊ ജീവിതം മാറി മറിയും. പക്ഷെ നിങ്ങൾ ഏറ്റവും മേച്ചരമായതും ഏറ്റവും സ്വർഗീയ സന്തോഷം കാംക്ഷിക്കുന്നെങ്കിൽ ഇതുണ്ടെന്ന് ഒന്നാമത് ഗ്രഹിക്കുകയും നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അപ്പോൾ ഹല്ലേലൂയ, ഞാൻ പറഞ്ഞു വന്ന വിഷയം നിങ്ങൾ ഗ്രഹിക്കണം. ആമേൻ സ്തോത്രം. പൗലോസിന്റെ പ്രാർത്ഥനയാണ് ആ സഭ ഇത്രയും കാര്യങ്ങൾ പ്രാപിക്കണം. ഇനിയും ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അഭിഷേകമുള്ള, കൈയടിക്കുന്ന, അന്യഭാഷ പറയുന്ന, വെളിപ്പാടുള്ള, ആമേൻ തിരുമേശ എടുക്കുന്ന പുതിയ നിയമ സഭയായ കർത്താവിനെ മാത്രം ആരാധിച്ച് കഷ്ടം സഹിച്ച് നിൽക്കുന്ന എഫെസോ സഭ ഇതൊക്കെ അറിയണം. അതിനുവേണ്ടി പൗലോസ് പ്രാർത്ഥിക്കുക. അപ്പൊ നമുക്കറിയണ്ടേ? പ്രാർത്ഥിച്ചു, അന്യഭാഷ കിട്ടി, സന്തോഷം, സാക്ഷ്യവും പറഞ്ഞു. ഇനിയൊന്നും വേണ്ടേ? അടുത്ത ലെവൽ വേണ്ടേ? ഇതൊക്കെ പ്രാപിക്കണ്ടേ? കർത്താവിന്റെ കണ്ണ് തുറക്കണമെന്ന് പ്രാർത്ഥിക്കണം. ഈ പറഞ്ഞ പ്രാർത്ഥന വിഷയം ഞാൻ വീണ്ടും ആവർത്തിക്കാം. എണ്ണി പറഞ്ഞ് ദൈവസഭ പ്രാർത്ഥിക്കണം. പക്ഷെ ഇതൊക്കെ പ്രാർത്ഥിക്കും, നമുക്ക് ഉറക്കം വരും, ക്ഷീണം വരും, അല്ലേ? പക്ഷെ അത് വരരുത്. വ്യക്തതയാണ്. ഈ ഡെയിലി പ്രയർ ആവണം. ഡെയിലി പ്രയർ. ആദ്യം ഇത് കാണാതെ പഠിക്കണം. എന്നിട്ട് നമ്മുടെ പേര് ചേർത്ത് ഡെയിലി പ്രാർത്ഥിക്കണം. ഡെയിലി ഞാൻ പറയുന്നു, ഇത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. വ്യക്തതയോടെ സംഭവിക്കും. ഇത് കാണാതെ ഇരുട്ടിൽ തപ്പരുത്. ഇത് കാണാതെ ഈ രണ്ട് കണ്ണുകൊണ്ട് മാത്രം കണ്ട് ജീവിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതമാണെങ്കിൽ, ഈ രണ്ട് കണ്ണുകൊണ്ട് മാത്രം ആത്മീക ജീവിതത്തെ കണ്ടാൽ, ഈ രണ്ട് കണ്ണുകൊണ്ട് കൃപാവരത്തെ വിവേചിച്ചാൽ, ഈ രണ്ട് കണ്ണുകൊണ്ട് വചനത്തെ വിവേചിച്ചാൽ, ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ട ആത്മീക സത്യത്തെ നിങ്ങൾ വിവേചിക്കാൻ തുടങ്ങിയാൽ പരാജയം ഉറപ്പാണ്. കാരണം ഒരിക്കലും ആമേൻ സ്തോത്രം അത് വിവേചിക്കാൻ പറ്റത്തില്ല. പക്ഷെ അകത്തെ കണ്ണ് തുറന്നാൽ, അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ, ആമേൻ സ്തോത്രം ഉറപ്പാണ് നിങ്ങൾ കാണേണ്ട വണ്ണം കാണും. ആമേൻ സ്തോത്രം നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ പ്രാപിക്കും. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അവസാനത്തെ വിഷയമാണ് ഗൗരവമുള്ള നമ്മുടെ വിഷയമായി ഒത്ത വിഷയം. അത് ആമേൻ സ്തോത്രം അവസാനമാണ് പറയുന്നത്. അതിന് മുമ്പിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ പ്രാർത്ഥിക്കണം. ആമേൻ. ഇവിടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയണം. അടുത്ത് പ്രാർത്ഥിക്കുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. പൗലോസ് പ്രാർത്ഥിച്ച് നിർത്തുക. അതിന്റെ വിശദീകരണത്തിലോട്ട് ഞാൻ വരാം. എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ? ഞാൻ പറയട്ടെ. നിങ്ങളെ ഹല്ലേലൂയ കൈയടിപ്പിച്ച് കൊണ്ടുപോകാനും പറ്റും, നിങ്ങളെ ഗ്രഹിപ്പിക്കാനും പറ്റും. രണ്ടും നടക്കണം. പൗലോസ് പ്രാർത്ഥിക്കുക, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ എങ്ങനത്തെ വലിപ്പം? അളക്കാൻ പറ്റാത്ത വലിപ്പം നിങ്ങൾ. അപ്പൊ ചെറുതായിട്ട് അറിഞ്ഞാൽ പോരെ. എൻ്റെ ചോദ്യം പൗലോസിനോട്, ഇത് വായിക്കുന്ന നമ്മോട് ഒരുമിച്ചുള്ള ചോദ്യം, പൗലോസ് ഇവര്
12 പേർക്ക് നീ കൈവച്ചപ്പോ എഫെസോസിലല്ലേ അന്യഭാഷ പറഞ്ഞത്? അവരും കൂടി ഇതിനകത്തുണ്ടോ? പൗലോസ് പറയുണ്ട്, നിന്റെ ശുശ്രൂഷയിൽ വന്ന ഒരു വലിയ വിശുദ്ധരുടെ കൂട്ടമല്ലേ ആരാധിക്കുന്നത്. പൗലോസ് ആ കർത്തൃമേശ എടുക്കുന്നു, അവർ ആരാധിക്കുന്നു, കണ്ണുനീരോടെ ആരാധിക്കുന്നു, നന്നായിട്ട് അന്യഭാഷ പറയുന്നു, ചിലരതിനെ വ്യാഖ്യാനിക്കുന്നു, ചിലർക്കൊക്കെ വെളിപ്പാടുണ്ട്. അവരെക്കുറിച്ചാണോ ഈ പറയുന്നത്? പൗലോസ് പറയാതെ കാര്യം എന്താണെന്നറിയോ? ഈ ശക്തിയുടെ പ്രത്യേകതയാണ് അത് അളക്കാൻ പറ്റാത്ത വലിപ്പം. ആർക്കും അളക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആരോ പ്രാപിച്ചെന്ന് പറഞ്ഞാൽ അത് തെറ്റാ. പ്രാപിച്ചെന്ന് പറഞ്ഞാൽ തെറ്റാ. നല്ല ഉറക്കം വരുന്നല്ലേ? വരും. നിങ്ങൾ തന്നെ എന്നെ അങ്ങനെ കാണിക്കണ്ടേ അല്ലേ? ഞാൻ ചാർജ് ആകത്തുള്ളൂ. സ്തോത്രം. അളക്കാൻ പറ്റാത്തതാണ്. അപ്പൊ മക്കളെ, അന്യഭാഷ ഒന്നുമല്ല ആ ലെവല്, അത് തുടക്കമാണ് അല്ലേ? പെന്തക്കോസ് നാളിലും അത് തന്നെയാ സംഭവിച്ചത്. അതിന്റെ അപ്പുറത്തേക്ക് കടക്കണം അല്ലേ? യെഹെസ്കേൽ പ്രവാചകന്റെ ഭാഷയിൽ നരിയാണിയോളം, മുട്ടോളം, അരയോളം നീന്തിയിട്ടല്ലാതെ കടക്കാൻ പറ്റാത്ത നദി. ആത്മാവ് വിളിക്കുന്നത് ഓരോ കാലഘട്ടത്തിലും ഓരോ സമയത്തിലും രക്ഷിക്കപ്പെട്ടവനെ വിളിക്കുക. താഴ്ത്തിറങ്ങാൻ തയ്യാറുണ്ടോ? ആളെന്ന് നിറയ്ക്കാം. സ്തോത്രം. നരിയാണിയോളം ഉള്ളവൻ അവിടെ നിന്നാൽ, ഇറങ്ങാൻ ആഗ്രഹിക്കാതെ അവിടെ നിന്നാൽ ആയുസിന്റെ അറ്റം വരെ ആ നരിയാണിയോളം വെള്ളം നനഞ്ഞ് അവൻ അവിടെ നിൽക്കും. പക്ഷെ അവിടെ നിന്നുകൊണ്ട് മുട്ടോളം എനിക്ക് പോരാ, മുട്ടോളം വേണമെന്ന് പറഞ്ഞാൽ ഈ സ്റ്റെപ്പിലേ നടക്കത്തുള്ളൂ കേട്ടോ. അതൊരു വലിയ ഗൗരവമുള്ള വിഷയമാണ്, ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പ്രാപിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങളിത് അറിയണം, മുട്ടോളം എത്തിയാൽ അവിടെ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നെ അരയോളം പ്രാപിക്കാൻ വിളിക്കുന്നത് തിരിച്ചറിഞ്ഞ് വീണ്ടും നീ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വീണാൽ നീ ആ നദിയിലേക്ക് ഇറങ്ങും. അപ്പോഴേ നീ അറിയൂ അരയോളം ഉള്ളതിന്റെ അനുഭവം. അരയോളം നിന്ന് തുള്ളിച്ചാടി ആത്മനദിയിൽ ആനന്ദിക്കുന്നവൻ തൃപ്തിയില്ലാതെ അവിടെ നിന്നുകൊണ്ട് ഇത് അളവറ്റ വലിപ്പമാണ്, ഇതല്ല അതിൻ്റെ അനുഭവം, എനിക്ക് ഇനിയും പ്രാപിക്കണമെന്ന് അവിടെ പ്രാർത്ഥിക്കുന്നവൻ. അർത്ഥാൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ തൃപ്തിയില്ലാതെ സ്തോത്രം ദൈവത്തോട് ഇന്ന് വരെ കിട്ടാത്തവൻ അലച്ചു കരയണം. കർത്താവ്, ആ ദൈവദാസൻ എനിക്ക് വേണ്ടി കൈവയ്ക്കണം. അല്ലെങ്കിൽ ഹല്ലേലൂയ, ദൈവദാസന്റെ പ്രാർത്ഥന, ഈ ശുശ്രൂഷ, എൻ്റെ മേൽ അഭിഷേകം വരണം, എനിക്ക് അന്യഭാഷ കിട്ടണം. അന്യഭാഷ കിട്ടിയവർ പറയണം, ദൈവമേ ഇവിടെ നിന്ന് പറ്റത്തില്ല. ഏത് തലം എത്രയാണ് നിന്റെ അകത്ത് ദൈവം പകർന്നത് നിനക്കറിയാം. അതോ ഇതുവരെ നിന്റെ മേൽ ദൈവശക്തി വന്നില്ലയോ? രണ്ടും നിനക്കറിയാം. നീ ദൈവത്തോട് പറ, അരയോളം പ്രാപിച്ചതൊരു വലിയ അളവാ കേട്ടോ, അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അരയോളം പ്രാപിച്ചവൻ അഹങ്കരിക്കാതെ നിഗളിക്കാതെ ഒന്നുമായില്ലേ അപ്പ. അരയെന്ന് പറയുമ്പോൾ പകുതിയല്ലേ ആയുള്ളൂ, പക്ഷെ അവിടെ ഒരു സന്തോഷമുണ്ട്. അരയിൽ നിന്ന് അടുത്ത് നീങ്ങുന്നത് സ്തോത്രം നീന്തിയിട്ടല്ലാതെ കടക്കാൻ പറ്റുന്ന, അർത്ഥാൽ നിന്നെ മുക്കുന്ന, നിനക്ക് കാല് ചവിട്ടി നിൽക്കാൻ പറ്റാത്ത, നീന്തിയിട്ടല്ലാതെ കടക്കാൻ പറ്റാത്ത ആത്മതലത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കൊണ്ടുവരും. നിങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത് ഹല്ലേലൂയ നമ്മുടെ മേൽ പകരപ്പെടുന്നത് നരിയാണിയോളം അളവ് തിരിച്ചറിയാന്നുള്ളവർ ബുദ്ധിയോടെ തിരിച്ചറിയുക. വെള്ളത്തിൽ നീ ഇറങ്ങുമ്പോ നിന്റെ കാല് കണ്ണിന്റെ അത്രയേ നനയത്തുള്ളൂ. ഫസ്റ്റ് സ്റ്റെപ്പ് അതാ. വലിയ സന്തോഷം ആദ്യമായിട്ട് ഇറങ്ങുമ്പോ, സ്തോത്രം, വലിയ സന്തോഷം. പക്ഷെ തിരിച്ചറിഞ്ഞോളണം, നീന്തി തുടിക്കുന്ന ഒരു സമൂഹമുണ്ട് ഈ നദിക്കകത്ത്. ആ നരിയാണി നനഞ്ഞ സന്തോഷത്തിൽ നിൽക്കാതെ തിരിച്ചറിയണം, കർത്താവേ, ഈ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് പറഞ്ഞാൽ ആത്മാവ് നിന്നെ വലിച്ച് മുട്ടോളം കൊണ്ടുവരും. ആ അളവിന് വ്യത്യാസമുണ്ട്. ആ രണ്ടാമത്തെ സ്റ്റെപ്പിന് വ്യത്യാസമുണ്ടല്ലേ? സ്തോത്രം. ആരോടാ ഞാൻ ഈ പറയുന്നേ? അങ്ങനെ ആഗ്രഹിച്ചാൽ കിട്ടുന്നത് അസാധാരണ വലിപ്പം പിന്നെ കിട്ടുന്നേ. അടുത്ത അരയിൽ മുട്ടോളം നിന്ന് അരയിലേക്ക് വരുമ്പോ അതിനേക്കാളും വലിപ്പമുണ്ട് അതിന്. അവിടെ നിന്ന് സ്തോത്രം അതുവരെ പ്രാപിച്ചതിന്റെ നേരെ ഇരട്ടി പോലെയാണ് നീന്തിയിട്ടല്ലാതെ കടക്കാൻ പറ്റാത്ത ആത്മനദി എന്ന് പറയുന്നേ. മനസ്സിലായവർ കർത്താവിനെ സ്തുതിച്ചേ. അപ്പൊ പരിശുദ്ധാത്മാവ് നമ്മെ വിളിക്കുന്നു ഈ ഉപവാസ പ്രാർത്ഥനയിൽ. സഭയോടുള്ള ദൈവത്തിന്റെ സ്നേഹമാണ്, എന്നോട് നിന്നോടുമുള്ള ദൈവത്തിന്റെ സ്നേഹമാണ് നിന്നെ മൂടുന്നൊരു അഭിഷേകം. നീ ഹല്ലേലൂയ ഇന്ന് വരെ അനുഭവിക്കാത്ത ആത്മാവിന്റെ നദിക്കകത്തേക്ക് നീന്തി തുടിക്കണം. പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്ന് സഭയോട് പറയുന്നു, കുഞ്ഞേ, ഇത് അളക്കാൻ പറ്റാത്തതാ. പഴയ നിയമത്തിലെ ആ വെളിപ്പാട് പൗലോസ് പുതിയ നിയമത്തിൽ പറഞ്ഞു കൊടുത്തു. ആരളന്നു തുടങ്ങിയാലും, എത്ര അളക്കാൻ തുടങ്ങിയാലും നീ നിന്ന്
വളർന്ന് പൂർത്തിയാകത്തില്ല. ആമേൻ, സ്തോത്രം. നിന്നെ മുക്കുന്ന ഒരു അഭിഷേകമുണ്ട്. ആ ശക്തിയുടെ അളവറ്റ വലിപ്പമുണ്ട്. ആ ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങളുടെ മേൽ വന്നാൽ നീ നിൽക്കുന്ന പട്ടണത്തിൽ നീ ജയിക്കും. നീ നിൽക്കുന്ന കുടുംബത്തിൽ നീ ജയിക്കും. ആമേൻ. ഒരു അന്ധകാര ശക്തിയെയും സഭ ആമേൻ ഹല്ലേലൂയ ആമേൻ കീഴടങ്ങത്തില്ല. ഒരു ശത്രുവിന്റെ ശക്തിയുടെ മേൽ സഭയ്ക്ക് ജയം വരാതിരിക്കത്തില്ല. പൗലോസ് സഭയോട് പറയുന്നു, ജ്വലിക്കുന്ന ഒരു അഭിഷേകം അളക്കാൻ പറ്റാത്തത് ആമേൻ നിങ്ങൾ പ്രാപിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പകൽ പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കേൾക്കുന്നവർ ആമേൻ പറയുമ്പോൾ അത് ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തിയായി, ദൈവത്തിന്റെ ശക്തിയായി, ദൈവത്തിന്റെ നിയോഗമായി, ദൈവത്തിന്റെ മഹത്വമായി ഇതിന്റെ അകത്ത് ഇറങ്ങി വ്യാപരിച്ചു തുടങ്ങുകയാൽ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹൃദയങ്ങൾ തുറക്കട്ടെ, ശബ്ദമുയരട്ടെ. ആത്മാവിൽ ദൈവസഭ വിശ്വസിച്ചുകൊണ്ട് ശക്തിയോടെ പ്രതികരിക്ക്. അന്യഭാഷകളോടെ സ്തോത്രം. മനസ്സിലാകുന്നു എന്നുള്ളവർ മാത്രം ഒന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഞാൻ കാലം ഒന്നും ഓർത്തോണ്ട് വന്ന് പറയുന്നതല്ല, കർത്താവിൻ്റെ ആത്മാവ് തരുന്ന ചിന്തകളാണ് ഞാൻ കൈമാറുന്നത്. സത്യമായിട്ട് ഞാൻ പറയാം, വലിയ പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിയോഗം ഇതിൻ്റെ അകത്ത് അനുഭവിക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. സ്തോത്രം. ആമേൻ. വളരെ ഹല്ലേലൂയ സന്തോഷത്തോടെ ഞാൻ പറയാം. ആമേൻ. പ്രത്യേകിച്ച് ഞാൻ പറയട്ടെ, അന്ന് ആ ദൈവദാസൻ പ്രാർത്ഥനയ്ക്ക് ശേഷം എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഒരു വലിയ ഹല്ലേലൂയ ആത്മീക അനുഭവം ഞാൻ എപ്പോഴും അനുഭവിക്കുന്നുണ്ട്. അത് ഹല്ലേലൂയ ഞാൻ അത്ര ആഗ്രഹിച്ച കാര്യമാണ്. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച കാര്യമാണ്. ഒത്തിരി ആശിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞിട്ടല്ല, ദൈവത്തിൻ്റെ നിയോഗത്താൽ ചെയ്യണം. അത് ചെയ്തു. സ്തോത്രം. ഞാനത് ഹല്ലേലൂയ ഇപ്പോഴും ഞാൻ പറയുന്നു, ദൈവവചനത്തിൻ്റെ ഒരു അസാധാരണ അനുഭവങ്ങളെ കർത്താവ് വെളിപ്പെടുത്തുന്നു. സ്തോത്രം. ഈ ദൂതുകൾ കുറേ ഭാഗങ്ങൾ ഞാൻ പറയുന്നത് തീർത്തും പരിശുദ്ധാത്മാവ് ഒരാത്മപകർച്ചയ്ക്കായി നമ്മോട് പറയുന്ന കാര്യം. സ്തോത്രം. ഈ അളവ് നമ്മൾ പ്രാപിക്കണം. ഇത് നമ്മൾ ഗ്രഹിക്കണം. സ്തോത്രം. കണ്ണുനീരോടെ ദൈവത്തോട് പറയണം. ഇന്ന് പകൽ ഞാൻ ഈ ഇടുന്ന അടിസ്ഥാനത്തിനൊത്ത് നിങ്ങൾ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കണം. വൈകുന്നേര സെക്ഷനിൽ പ്രാർത്ഥിക്കണം, നാളെ പ്രാർത്ഥിക്കണം. ആമേൻ. സ്തോത്രം. ഇതിനകത്ത് ഇത് ജീവിത അവസാനം വരെ മുറുകെ പിടിക്കേണ്ടതാണെങ്കിലും ഞാൻ വീണ്ടും പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു അടയാളം ചിലതിനെ പൊതിഞ്ഞിരിക്കും. തിരിച്ചറിയാൻ പറ്റുന്ന തലത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൊടും. സ്തോത്രം. ഞാൻ പണ്ട് തൊട്ടേ പറയുന്ന ഉദാഹരണമുണ്ട്. തീ വന്ന് തൊട്ടാൽ തിരിച്ചറിയാം, പൊള്ളുന്നത് പോലെ തോന്നുമെങ്കിൽ. തണുത്ത വെള്ളം വീണാൽ അത് തിരിച്ചറിയാമെങ്കിൽ, കാറ്റ് വന്ന് ശരീരത്തെ സ്പർശിച്ചാൽ അറിയാമെങ്കിൽ, അതുപോലെ തിരിച്ചറിയുന്ന അളവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ പകർന്നിരിക്കും. അങ്ങനെ നമ്മൾ അനുഭവിക്കണം. എന്നെ നിറച്ചു, എന്നെ തൊട്ടു, എനിക്ക് ആ ദൈവകൃപ ലഭ്യമായി എന്ന് വ്യക്തതയോടെ പറയാൻ പറ്റണം. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ഏത് അളവിലാണ് നിൽക്കുന്നത്? ആമേൻ. നരിയാണിയോളമെങ്കിൽ ഇറങ്ങണം. അല്ല, ഇതുവരെ നരിയാണി പോലും എനിക്കായില്ല, ദൈവത്തോട് പറയണം. മുട്ടോളമായവർ അരയോളം ഇറങ്ങണം. അരയോളം എത്തിയവർ നീന്തിയിട്ട് അല്ലാതെ കടക്കാൻ പറ്റാത്ത ആത്മാവിൻ്റെ സാന്നിധ്യത്തിലേക്ക്, ആ ശക്തിയുടെ അളവറ്റ വലിപ്പത്തിലേക്ക് നീയും ഞാനും ഇറങ്ങണം. ഇത് നമ്മൾ കൊതിക്കണം, നമുക്ക് തരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ വിശ്വസിച്ചാലേ കിട്ടത്തുള്ളൂ. ആ വിശ്വാസത്തിലേക്ക് നടത്തണം. അതിന് കേൾവി വേണം. കേൾക്കുന്നത് എന്തെങ്കിലും കേട്ടാൽ, കിഴവിക്കഥ കേട്ടാൽ വിശ്വാസം വരച്ചില്ല. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവഴുത്ത് ആകുന്ന നിലകളിൽ കേട്ട് നീ വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കുന്നവൻ്റെ മേൽ ആ വചനം വ്യാപരിച്ചു കൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് നിന്നെ നിറച്ചു കൊണ്ടിരിക്കും. ബൈബിളിൽ പറയുന്നത്, താൻ ഇച്ഛിക്കുന്നത് പോലെ അതത് വരം പകുത്തു കൊടുക്കുന്ന പരിശുദ്ധാത്മാവ്. ഞാൻ വിശ്വസിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇവിടെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ചിലത് പകുക്കും. അങ്ങനെ പകുത്ത് നൽകുമ്പോൾ ആമേൻ ഇത് അക്സെക്കെന്ന് പറയാൻ പരിശുദ്ധാത്മാവിന് തോന്നണം. എൻ്റെ പോളായോണ്ടാണ് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പരിശുദ്ധാത്മാവിന് തോന്നണം. ശ്രേയയ്ക്ക്, അന്നൂന്, അല്ലേ, അഭിനന്ദ, അഭിഷ, ഓരോ പേര് അല്ലേ, പരിശുദ്ധാത്മാവിന് ഇഷ്ടം തോന്നണം. അതത് വരം പകുത്തു തരും. ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഈ സീസൺ, സഭ, ഈ സമയം എന്ന് പറയുന്നത് ദൈവം പകുത്ത് തരാൻ തുടങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് മറ്റെന്തിനേക്കാളും ആ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊതിച്ച് അത് സ്വീകരിക്കണം. പരിശുദ്ധാത്മാവാണ് പകുത്ത് തരുന്നത്. കരം വയ്ക്കുമ്പോൾ ആമേൻ ജ്വലിക്കണം. അത് ദൈവമാണ് നിശ്ചയിക്കേണ്ടത്. ആമേൻ. സ്തോത്രം. കർത്താവ് അത് ചെയ്യും. കർത്താവ് അസാധാരണമായ നിലകളിൽ അത് ചെയ്യും. സ്തോത്രം. പൗലോസിന്റെ പ്രാർത്ഥന
അതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ആ പ്രാർത്ഥന ഒന്നുകൂടെ ഞാൻ പറയട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ, ദൈവത്തെക്കുറിച്ച് പറയും, ആ പിതാവുമായവൻ നിങ്ങൾക്ക് അവനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, അതായത് ആ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരണം. പ്രാപിച്ചെടുക്കണം. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരണം. നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് ദൈവത്തിൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നറിയണം. വിശുദ്ധന്മാരുടെ ഇടയിൽ നിങ്ങൾക്കുള്ള അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നറിയണം. അവൻ്റെ ബലത്തിൻ്റെ വല്ലഭത്വത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയാൻ പ്രാർത്ഥിക്കുന്നു. ഭക്തൻ കാരാഗ്രഹത്തിനകത്ത് മുട്ടുകുത്തി കമന്നു കിടന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ശക്തിയോടെ പ്രാർത്ഥിക്കുക, വ്യക്തതയോടെ പ്രാർത്ഥിക്കുക. എൻ്റെ ജനം അത് പ്രാപിക്കണം. ലേഖനത്തിൽ എഴുതി കൊടുക്കുക, ഞാൻ വിശ്വസിക്കുന്നു. ആ സഭ പ്രാർത്ഥിക്കുക. ആമേൻ, സ്തോത്രം. അവർക്കില്ലാത്തതെല്ലാം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കണം. ഈ സന്ദേശം കേട്ട് നെടുമ്പാടെ മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥിക്കുക. സ്തോത്രം. ദൈവസഭ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ആമേൻ, തലമുറ, മക്കൾ, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം. കാരണം ഇത് പകരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇത് പകരപ്പെട്ട് കിട്ടിയാൽ ആർക്കും പരാജയപ്പെടുത്താൻ പറ്റത്തില്ല. സ്തോത്രം. പൗലോസ് അങ്ങനെ പ്രാർത്ഥിച്ച് നിർത്തിയിട്ട് വീണ്ടും ആവേശത്തോടെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. അടുത്ത വാക്യത്തിൽ അടുത്ത പൗലോസ് പറയുന്നത്, അങ്ങനെ ഈ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ വ്യാപരിച്ചു. പരിശുദ്ധാത്മാവ് അങ്ങനെ ക്രിസ്തുവിൽ വ്യാപരിച്ചു. ഞാനിത് പറയുമ്പോൾ സത്യമായിട്ട് എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലൊക്കെ എൻ്റെ ഹൃദയത്തിനകത്ത് ചിന്ത വരുന്നുണ്ടോ? സ്തോത്രം. എന്തോ ദൈവത്തിൻ്റെ ആത്മാവ് ഘനമായത് സ്പഷ്ടമായതൊക്കെ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. സ്തോത്രം, സ്തോത്രം. എന്നെ നിങ്ങൾ വ്യക്തതയോടെ ശ്രദ്ധിക്കണേ. പൗലോസ് പ്രാർത്ഥിച്ചു, ഇതെല്ലാം നിങ്ങൾ അനുഭവിക്കണം. എന്നിട്ട് പറയുക, അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചു, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. ഞാനത് ഹല്ലേലൂയ വായിച്ചു ഇനിപ്പോയി ഒരുപാട് സമയമെടുക്കും. ആമേൻ. കാരണം നിങ്ങളും ഒന്ന് ക്ഷീണിക്കും. നമുക്കിതിൻ്റെ അടുത്ത് ഞാൻ പറയില്ല, ഈ അളവറ്റ വലുപ്പത്തിൽ നിന്ന് അടുത്ത് നമ്മൾ മുമ്പിലേക്ക് പോകുന്ന ആളെ. പക്ഷെ ഇത് നിങ്ങൾ ഗ്രഹിച്ചേ. പൗലോസ് പ്രാർത്ഥിക്കുക, നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകണം. വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം, വളരെ ഗൗരവത്തോടെ ശ്രദ്ധിക്കണം. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടാകണം, അല്ലേ? ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ കിട്ടണം. ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. വിളിയാലുള്ള ആശ ഇന്നതെന്നറിയണം. വിശുദ്ധന്മാരുടെ ഇടയിൽ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നതെന്നറിയണം. ദൈവത്തിൻ്റെ ബലത്തിൻ്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം നിങ്ങൾ അറിയണം. എന്നിട്ട് പൗലോസ് പറയുക, ഈ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുന്നത് പോലെ ഒരിക്കൽ ക്രിസ്തുവിൽ വ്യാപരിച്ചു. അങ്ങനെ അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചു. എങ്ങനെ? പ്രാർത്ഥിക്കുന്ന നിങ്ങളിൽ എങ്ങനെ ദൈവശക്തി വ്യാപരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവോ, ഞാൻ എന്താശിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ഞാൻ എന്താഗ്രഹിച്ച് പ്രസംഗിക്കുന്നുവോ, അങ്ങനെ ഒരിക്കൽ ഇതേ ശക്തി, അർത്ഥാൽ ഇന്ന് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തി ഒരിക്കൽ യേശുവിൻ്റെ മേൽ വ്യാപരിച്ചു. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, ഇത് യേശുവിൻ്റെ മേൽ വ്യാപരിച്ചു. എപ്പോഴാണ് യേശുവിൻ്റെ മേൽ വ്യാപരിച്ചത്? താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. യേശു കർത്താവ് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരിച്ച് അടക്കപ്പെട്ടു. സ്തോത്രം. മാന്യരായ വ്യക്തികൾ ചേർന്ന് യേശുവിനെ അടക്കി. ദൈവത്തിൻ്റെ നിർണയമാണ് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കണം. 3-ാം ദിവസം, ആമേൻ, സ്തോത്രം. യേശു കർത്താവിൻ്റെ ഉയർപ്പ് ദൈവത്തിൻ്റെ നിർണയമാണ്. ആ 3-ാമത്തെ ദിവസം ഈ കല്ലറയ്ക്കകത്തേക്ക് ഇതേ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു. തിരുവെഴുത്തിൻ്റെ ഭാഷയിൽ യേശു കർത്താവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി ആ നിർജീവമായിരുന്ന യേശുവിൻ്റെ ശരീരം, കല്ലറയ്ക്കകത്തിരുന്ന യേശുവിൻ്റെ ശരീരത്തകത്തേക്ക് വ്യാപരിച്ചു. അതാ പൗലോസ് ഈ സഭയെ പറഞ്ഞ് പഠിപ്പിക്കുക, ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എങ്ങനെയാ സംഭവിക്കുന്നത്? നിങ്ങൾ വിശ്വസിക്കുന്നവരുടെ മേൽ എങ്ങനെയാ ദൈവശക്തി വ്യാപരിക്കുന്നത്? ആ ശക്തി ഒരിക്കൽ വ്യാപരിച്ചു എന്ന് പറഞ്ഞാൽ, ഈ കല്ലറയ്ക്കകത്തേക്ക് ദൈവശക്തി വ്യാപരിച്ചു. അതിനെക്കുറിച്ച് പൗലോസ് അവരോട് പറഞ്ഞു കൊടുക്കുക. ആ ശക്തി ഒരിക്കൽ യേശുവിൻ്റെ കല്ലറയ്ക്കകത്തേക്ക് വ്യാപരിച്ചു. കല്ലറയ്ക്കകത്തേക്ക് വ്യാപരിച്ചപ്പോൾ നടന്ന കാര്യങ്ങൾ താഴോട്ട് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അവസാനം യേശുവിനെ ദൈവം കൊണ്ട് സകല മഹത്വത്തോടും കൂടെ ഇരുത്തിയതും ദൈവസഭയ്ക്ക് കൊടുത്തതിനെ കുറിച്ചാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അകത്ത് മനസ്സിലാകാൻ വേണ്ടി ആ ഭാഗം നിങ്ങൾ വീട്ടിൽ ചെന്ന് ധ്യാനിക്കുക. അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ തീരുന്നത് വരെ നിങ്ങൾ വായിക്കുക. അധ്യായം നിങ്ങൾ ശ്രദ്ധിച്ച്, യേശുവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ച ആ ദൈവത്തിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ ശക്തി,
ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ കല്ലറയ്ക്കകത്തേക്ക് വ്യാപരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത്. അതുപോലെ നമ്മിലേക്ക് വ്യാപരിക്കും. അതുപോലെ ആ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലുപ്പം നമ്മൾ അനുഭവിച്ചറിയണം. നമ്മൾ അനുഭവിച്ചറിയണം. മനസ്സിലാകുന്നോ നിങ്ങൾക്ക്? സ്തോത്രം. ഇന്ന് നീ വെളിയിറങ്ങുമെങ്കിൽ സ്തോത്രം. അനുഭവിച്ചറിയണം. വ്യക്തതയോടെ നമ്മൾ എന്ത് ചെയ്യണം? അനുഭവിച്ചറിയണം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തെ കൃത്യതയോടെ എന്ത് ചെയ്യണം? അനുഭവിച്ചറിയണം. അങ്ങനെ ഉള്ള ഒരു സംഭവമാണ് പൗലോസ് അവർക്ക് ഉദാഹരണം പറഞ്ഞു കൊടുക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കല്ലറയ്ക്കകത്തേക്ക് വ്യാപരിച്ചു. കല്ലറയ്ക്കകത്തേക്ക് വ്യാപരിച്ചപ്പോൾ എന്നാ സംഭവിച്ചു? സ്തോത്രം. നമുക്കറിയാം, യേശുവിനെ കല്ലറയ്ക്കകത്ത് വെച്ച് കല്ലുരുട്ടി വെച്ച് ചങ്ങല കൊണ്ട് ബന്ധിച്ച് റോമ ഗവൺമെന്റിന്റെ മുദ്ര കൊണ്ട് സീൽ ചെയ്ത് കാവൽക്കാരെ നിർത്തി ഉയർക്കരുതെന്ന് പറഞ്ഞ് എല്ലാ അടവുകളും വെച്ച് നിന്നതാ. പക്ഷെ സ്വർഗം പറഞ്ഞു, മൂന്നാം ദിവസം യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കണം. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാർ വിരൂപമാക്കപ്പെട്ട, അടിച്ചു തകർത്ത, ക്ഷയിച്ചു പോയ സ്തോത്രം. ബൈബിൾ പഠിച്ചാൽ അസ്ഥികൾ മാത്രം തകർന്നില്ല, ബാക്കിയെല്ലാം തകർന്നു പോയി. പൊതിഞ്ഞു കെട്ടിയ ഒരു ശരീരം കല്ലറയ്ക്കകത്തിരുന്നു. ആ കല്ലറയ്ക്കകത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു. കല്ലറയ്ക്കകത്തേക്ക് പരിശുദ്ധാത്മാവ് വ്യാപരിച്ചപ്പോൾ നിങ്ങൾക്കറിയാം, തകർന്ന ശരീരമല്ല പുറത്തു വന്നത്, ഒടിഞ്ഞ ശരീരമല്ല, നുറുങ്ങിയ ശരീരമല്ല പുറത്തു വന്നത്. തേജസ്സിന്റെ ശരീരത്തോടെ, ഉയർപ്പിന്റെ ശരീരത്തോടെ യേശു കർത്താവിനെ പരിശുദ്ധാത്മാവ് പുറത്ത് കൊണ്ടുവന്നു. പൗലോസ് പറയുന്നു, ഈ ശക്തി നിങ്ങൾ അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ എന്നതാ പ്രിയരെ നിങ്ങൾക്ക് മനസ്സിലാകുന്നേ? ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിച്ചാൽ 2-3 കയ്യടിയിൽ ഒതുങ്ങത്തില്ല. ആത്മശക്തി വ്യാപരിച്ചാൽ സ്തോത്രം, തുറക്കാത്ത മണ്ഡലം തുറക്കും, അഴിയാത്ത ചങ്ങല അഴിയും, നിർജീവമായത് ജീവൻ പ്രാപിക്കും. അർത്ഥാൽ നിങ്ങൾ അധികമൊന്നും വിശദീകരിച്ച് പഠിച്ചില്ല എങ്കിലും പൗലോസ് അവിടെ എഴുതിയിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അളവ് നമ്മുടെ അകത്ത് വന്നാൽ, സഭയ്ക്കകത്ത് വന്നാൽ, ഒരു ഉദ്ദേശത്തോടെ ആ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചാൽ, അഥവാ പൗലോസ് പ്രാർത്ഥിക്കുന്നത് പോലെ ആ അളവറ്റ വലിപ്പം ഒരുത്തൻ അനുഭവിച്ചറിഞ്ഞാൽ അവിടെ ചിലത് സംഭവിച്ചിരിക്കും. അസാധാരണമായത്, വ്യക്തമായത്, സ്പഷ്ടമായത് അവരുടെ മേൽ സംഭവിച്ചിരിക്കും. ആ സഭയിൽ സംഭവിച്ചിരിക്കും, ആ ദേശത്തിൽ സംഭവിച്ചിരിക്കും, ആ വ്യക്തിയിൽ സംഭവിച്ചിരിക്കും. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും മാറ്റം വരുത്താൻ പറ്റാത്തത്, ഒരു മനുഷ്യന് സൃഷ്ടിക്കാൻ പറ്റാത്തത്, ഒരു മനുഷ്യന് ഹല്ലേലൂയ ഒരുക്കാൻ പറ്റാത്തത് ഈ പരിശുദ്ധാത്മാവ് ചെയ്യും. അതിന്റെ കുറച്ചുകൂടെ കടത്തി പറഞ്ഞാൽ, നിങ്ങൾ ഈ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അനുഭവിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങളുടെ ശരീരത്തിൽ അകത്തെ മണ്ഡലത്തിൽ മാത്രമായിരിക്കത്തില്ല, അത് നിങ്ങളെ ആകമാനം മാറ്റും. സ്തോത്രം. നിർജീവമായ മേഖലകളിൽ നിങ്ങൾ ജീവൻ പ്രാപിക്കും. നിങ്ങൾ ആത്മാവിന്റെ പുതുക്കത്തിൽ നടക്കും. നിങ്ങളൊരു പുതിയ വ്യക്തിയായിരിക്കും. നിങ്ങൾ ഹല്ലേലൂയ പഴയ മനുഷ്യനായി, പഴയ അവസ്ഥയിൽ നിങ്ങൾ നിൽക്കത്തില്ല. ഈ അളവറ്റ വലിപ്പം നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ വ്യത്യസ്തരായിരിക്കും. സകലത്തെയും ജയിച്ചുകൊണ്ട്, സകലത്തെയും കീഴ്പ്പെടുത്തിക്കൊണ്ട്, സകലത്തെയും തകർച്ചുകൊണ്ട് നിങ്ങൾ വെളിയിലേക്ക് വരും. നിങ്ങളെ അടച്ചിരുത്താൻ ആർക്കും കഴിയത്തില്ല, മറച്ചിരുത്താൻ ആർക്കും കഴിയത്തില്ല, തകർത്തിട്ടിരിക്കാൻ ആർക്കും പറ്റത്തില്ല. ആത്മാവിന്റെ ചിറകടിച്ച് നിങ്ങൾ പുറത്തേക്ക് വരും. അങ്ങനെയെങ്കിൽ ഞാൻ ഇങ്ങനെ ഹല്ലേലൂയ എൻ്റെ പ്രസംഗ ഭാഷയിൽ പറയാ, മറഞ്ഞു കിടക്കുന്ന, മറച്ചിട്ടിരിക്കുന്ന, അടച്ചിട്ടിരിക്കുന്ന, ഒതുക്കിയിട്ടിരിക്കുന്ന ഇടത്തു നിന്ന് നിന്നെ പുറത്ത് പൊക്കിക്കൊണ്ടുവരാൻ നിന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് കഴിയും. ആ സാന്നിധ്യത്തെ നീ ദൈവത്തോട് ചോദിക്കണം. പൗലോസ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവസഭയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് എഴുതി കൊടുത്തു, മക്കളെ, ഞാനിവിടെ കിടന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം നിങ്ങളെ അറിയിക്കുന്നത്, നിങ്ങൾ ഈ വിഷയങ്ങൾ ഗ്രഹിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്കിത് കിട്ടും. ദൈവസഭയ്ക്ക് ഇത് പ്രാപിക്കാൻ പറ്റും. ദൈവ മക്കൾക്ക് ഇത് പ്രാപിക്കാൻ പറ്റും. ഓരോ ശുശ്രൂഷകന്മാരും, ഓരോ കൊച്ചുമക്കളും, ഓരോ വിശ്വാസികളും ഇതിന്റെ അളവുകൾ ദൈവം കൈമാറുന്നതിനെ സ്വീകരിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ജയത്തോടെ നിൽക്കണം. മറ്റെന്തിനേക്കാളും ഇത് കൊതിക്കുകയും മറ്റെന്തിനേക്കാളും ഹല്ലേലൂയ ഇത് പ്രാപിക്കുകയും ചെയ്യണം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന്റെ ശക്തി നിങ്ങളിലേക്ക് വ്യാപരിക്കുമെന്ന്? അവർ മാത്രം കരമുയർത്തി സ്തുതിച്ചേ. വല്ലാത്ത സ്തുതിയായി പോയി. സ്തോത്രം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞ, ശക്തി നിന്റെ മേൽ വ്യാപരിക്കുമെന്ന്. നോക്ക്, അടുത്തൊരു വ്യക്തിക്ക് വേണ്ടി. സനപ്രകാരം ബാക്കിയിരിക്കുന്ന ആളോട് പറഞ്ഞു, അനൂപിനോട്. സ്തോത്രം.
അല്ല പിന്നെ സഹോദരം, അതിൻ്റെ ഒരു ശരിയെന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് ആരുമില്ല പാസ്റ്ററെ, നിന്റെ അടുത്ത് വ്യാപരിക്കുകയും വേണ്ട, ഇരുന്നു. ഈ വിശ്വാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ, ഉറപ്പല്ലേ, അതിനങ്ങ് ഉറപ്പിക്കണം. സ്തോത്രം. വ്യാപരിക്കുമെന്ന് പറഞ്ഞാൽ വ്യാപരിക്കും, അത് വചനത്തിൻ്റെ ഉറപ്പാണ്. പകരുമെന്ന് പറഞ്ഞാൽ ദൈവം പകരും. സ്തോത്രം. നമ്മൾ ഉണർവ് വേണം, വലിയ കാര്യം ചെയ്യണം, അസാധാരണമായി നടക്കണമെങ്കിൽ, നമ്മിൽ ഇന്നുള്ള കൃപ വച്ചും ശക്തി വച്ചും ചെയ്തതിൻ്റെ അപ്പുറത്ത് നമുക്ക് കടക്കണമെങ്കിൽ, അപ്പുറത്തെ ഒരാത്മശക്തി നമ്മൾ പ്രാപിച്ചേ പറ്റൂ. അത് തരാൻ ദൈവത്തിന് ഇഷ്ടമുണ്ട്, നമ്മൾ പ്രാപിക്കണം. ആമേൻ. ദൈവത്തോട് പ്രാർത്ഥിക്കണം, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആമേൻ ഹല്ലേലൂയ നമ്മുടെ മേൽ ഇറങ്ങി വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അസാധാരണമായ ആമേൻ സ്തോത്രം ഒരു വിശ്വാസം നമ്മുടെ അകത്ത് വരണം. അസാധാരണമായ വിശ്വാസം വരണം. അസാധാരണമായ ഒരു ഉറക്കമൊക്കെ നമുക്ക് വരും ചിലപ്പോൾ, അല്ലേ? പക്ഷെ വിശ്വാസം വരത്തില്ല. ഇന്ന് ഞാൻ പ്രാപിക്കും, എൻ്റെ മേലെ ആ ദൈവശക്തി മറ്റാർക്കുമല്ല, എനിക്ക് വേണ്ടിയിട്ട് ആ ദൈവം അത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ചെയ്യുന്നത്. അപ്പം നമ്മൾ വിശ്വസിച്ചാൽ നമ്മുടെ മേൽ ഈ ശക്തി വരും. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞല്ലോ, ബാല്യക്കാർ ക്ഷീണിച്ച് തളരും. ക്ഷീണിച്ച് തളരാൻ സാധ്യതയില്ലാത്തവരാ ബാല്യക്കാർ. യൗവനക്കാർ ഇടറി വീഴും. നമ്മളൊക്കെ വിചാരിക്കും അവരാ, പക്ഷെ ഇടറിപ്പോകും. പക്ഷെ യഹോവയെ കാത്തിരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. യഹോവയെ കാത്തിരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അത് 80 ആയാലും 90 ആയാലും 50 ആയാലും 30 ആയാലും 10 വയസ്സായാലും യഹോവയ്ക്കായി കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കും. ഇത് നമുക്കിവിടെ മാർക്കറ്റിൽ കിട്ടുന്ന കാര്യമല്ല, അത് ദൈവം പകരുന്നതാ. സ്തോത്രം. പണ്ടൊരു പാട്ടുകാരൻ പാടിയില്ലേ, ആരോ പകരുന്നല്ലോ പുതുശക്തി എൻ്റെ വിശ്വാസ ചിറകുകളിൽ. സ്തോത്രം. അനുഭവിച്ചുകൊണ്ട് പറയുക, എനിക്കറിയത്തില്ല, ഒരു ശക്തി എൻ്റെ ചിറകിൽ വ്യാപരിക്കുന്നുണ്ട്. സ്തോത്രം. എന്നിട്ട് പറയുക, വാഗ്ദത്ത വചനമാം ചുവലുകൾ ഒന്നിനോടൊന്ന്. നമ്മളൊന്നും അറിയാതെ ചുമ്മാ പാടുന്നതാ, ദൈവം ചെയ്യുന്നതാ, വിശ്വസിക്കുന്നവന് വേണ്ടി ചെയ്യുന്നതാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ വലിയ പ്രതീക്ഷയോടെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. ഞാൻ അടുത്ത അനുഭവത്തിലോട്ട് പോകുന്നില്ല, അടുത്ത അനുഭവം ഞാൻ നാളെ പറയാം, അല്ലേ? അതല്ലേ നല്ലത്. സ്തോത്രം. നമുക്ക് സമയത്തിന് പോകണ്ടേ? ഇപ്പം തന്നെ സമയമായി, എങ്കിലും നമ്മളൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ഞാൻ ഹല്ലേലൂയ ഓടിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് എഴുന്നേൽക്കുക. സ്തോത്രം. ഈ അന്തരീക്ഷത്തിലിരുന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ചിലത് നമ്മൾ പ്രാപിച്ച് അടുത്ത ഘട്ടത്തിലോട്ട് നമ്മൾ കയറും. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ വായിച്ച വാക്യം, കുറിവാക്യം വായിച്ചത്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കണം. ശക്തി ലഭിച്ചിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ സാക്ഷിയാകണം. ഇതെല്ലാ കാലത്തും ദൈവത്തിൻ്റെ ആഗ്രഹം. ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ച് സാക്ഷിയാകണം. അല്ലേ ആരോമലേ? ശക്തി കിട്ടത്തില്ലേ? ശക്തി വരത്തില്ലയോ? ശക്തി വരണം. സ്തോത്രം. സാക്ഷിയാകണം. ശക്തി ലഭിച്ചിട്ട് ചുമ്മാതിരിക്കുകയല്ല, സാക്ഷിയാകണം. ജയിക്കാത്ത മണ്ഡലത്തെ ചിലത് ചെയ്യാൻ എനിക്ക് ദൈവശക്തി, കൈയടിക്കാനും ആരാധിക്കുന്നതിനപ്പുറം കർത്താവിന് വേണ്ടി ചിലത് ചെയ്യാനുള്ള ദൈവത്തിൻ്റെ ശക്തി. അപ്പോസ്തല പ്രവർത്തികളിലേക്ക് നമ്മൾ വന്നു. എഫെസോസ് പട്ടണത്തിൽ വിശ്വസിക്കാത്ത പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേൾക്കാത്ത ചിലർ, സ്തോത്രം, ഉണ്ടെന്ന് പോലും കേട്ടില്ല. പക്ഷെ പൗലോസ് പറഞ്ഞു, പരിശുദ്ധാത്മാവുണ്ട്. യേശുവിൽ വിശ്വസിക്കാൻ പറഞ്ഞില്ലേ? വിശ്വസിക്കുന്നവർക്ക് കിട്ടുന്ന സാധനം. അവിടെ വിശ്വാസം പറഞ്ഞതേ ഉള്ളൂ. ക്രിസ്തുവിലെ വിശ്വാസം വന്നാൽ പിന്നെ സ്നാനം അത്യന്താപേക്ഷിതമാണ്. അവരെടുത്ത് വെള്ളത്തിൽ ചാടി പൗലോസ് മുക്കി, അവരെ പൊക്കി കൈയെടുത്ത് തലയിലോട്ട് വെച്ചു. അതുകൊണ്ട് ഇവിടെയും സ്നാനം കഴിയുമ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് അത് വിശ്വാസമാണ്. അത് ഇന്നും ചെയ്യാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. ചിലപ്പോഴൊക്കെ പറ്റുന്നില്ല, പക്ഷെ മിക്കപ്പോഴും അത് ശ്രദ്ധിച്ച് ചെയ്യുന്നത്. കൈവച്ചാൽ അഭിഷേകം വരും, മാറ്റം വന്നിരിക്കും. അവർ കൈവച്ചു, അന്യഭാഷയോട് അഭിഷേകം പ്രാപിച്ചു. ഇന്ന് പകൽ അത് സംഭവിക്കും. ഇതിൻ്റെ അകത്ത് ഇന്ന് പകൽ സംഭവിക്കും. ദേശത്തിൻ്റെ ഉണർവിനായി, പട്ടണങ്ങളെ പിടിക്കാനായി, പട്ടണത്തിലെ സാത്താന്യ ശക്തിയെ തകർക്കാനായി, നിന്റെ മേലും കുടുംബത്തിലും തലമുറയിലും വ്യാപരിക്കുന്ന ശത്രുവിനെ തകർക്കാൻ നിന്റെ മേൽ അഭിഷേകം. പൗലോസും 12 പേര് ഒരുമിച്ച് ആ പട്ടണത്തെ പിടിച്ചു. അസാധാരണമായ കാര്യങ്ങൾ അവിടെ നടന്നു. സ്തോത്രം. അവിടെ ഉയർന്ന സഭ ദൈവത്തിൻ്റെ അത്ഭുതമാണ്. ആ സഭയ്ക്ക് എഴുതിയ ലേഖനമാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. ആ സഭയിലെ ഹല്ലേലൂയ പൗലോസ് പ്രാർത്ഥിക്കുന്നു, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അവർക്ക് ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവിനെ കൊടുക്കണം. അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അവരുടെ വിളിയാലുള്ള ആശയം എന്നറിയണം. വിശുദ്ധന്മാരുടെ ഇടയിൽ അവർക്കുള്ള അവകാശത്തിന്റെ മഹിമാതനം എന്നറിയണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം അറിയണം. അവിടെ നമ്മൾ ചിന്തിച്ചു, അതിന്റെ അളവ്
അതിൽ നരിയാണിയോളമല്ല, മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ പറ്റുന്ന വലിയൊരളവുണ്ട്. അത് ദൈവസഭ അറിഞ്ഞാൽ അത് അസാധാരണമാണ്. അത് ക്രിസ്തുവിൽ വ്യാപരിച്ചു, ക്രിസ്തുവിനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചു. അങ്ങനെ നിങ്ങളുടെ മേൽ വ്യാപരിക്കും. അതേ അളവിൽ നിങ്ങൾ പ്രതീക്ഷിക്കണം. അതുപോലെ ശക്തിയുള്ള ഒരു അഭിഷേകത്തിനായി സഭ പ്രാർത്ഥിക്കണം. ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് ഹല്ലേലൂയ ആമേൻ ലഭിക്കുന്നതല്ല. അഭിഷേകം പ്രാപിച്ച് നരിയാണിയോടൊക്കെ പ്രാപിച്ച് പ്രാർത്ഥിച്ച് കൈയടിച്ച് ഒരുങ്ങിയിരിക്കുന്ന സഭ തിരിച്ചറിയുകയും പ്രാർത്ഥിക്കുകയും ദൈവസഭയും ദൈവദാസന്മാരും ശുശ്രൂഷകരും ഒരുമിച്ച് ആഗ്രഹിക്കും. നിങ്ങൾക്കായി നിങ്ങളുടെ മക്കൾക്കായി കൊതിക്കേണ്ട വിഷയം ശക്തിയുടെ അളവറ്റ വലിപ്പം പ്രാപിക്കണം. ഓരോ സെക്കൻഡും പ്രാർത്ഥിച്ച് ദൈവസന്നിധി അതിനായിട്ട് ഒരുങ്ങുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ശക്തി പുതുക്കുന്ന, അഭിഷേകം പ്രാപിക്കുന്ന, അടുത്ത തലത്തിലേക്ക് കയറുന്ന, ഇതുവരെ കീഴ്പ്പെടാത്ത ശത്രുവിനെ കീഴ്പ്പെടുത്താൻ ദൈവം നമ്മുടെ മേൽ ബലം തരുന്ന വ്യക്തമായ ഉദ്ദേശമാണ്. ഈ ഉപവാസത്തിന് രണ്ട് ഉദ്ദേശമാണ്. ഒന്ന്, ആമേൻ, ശക്തിയുടെ അളവറ്റ വലിപ്പം ദൈവസഭ പ്രാപിക്കണം. രണ്ട്, ഇന്ന് വരെ പൊളിക്കാത്ത ചിലതിനെ പൊളിക്കണം. ഞാൻ പറഞ്ഞല്ലോ, 1 വർഷമായി നിരന്തരമായി ഉപവസിക്കുന്ന ഉപവാസത്തിന്റെ അവസാന മിനിറ്റുകളാണ്. എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്, എനിക്കേറെ വിശ്വാസമുണ്ട്. ദൈവം വിശ്വസ്തനാണ്, ദൈവം കൈവിടച്ചില്ല. ഇന്ന് പകലിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുക. ഉണർവോടെ ഉത്സാഹത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ്. ഹല്ലേലൂയ. അപ്പോൾ തന്നെ ആമേൻ, സ്തോത്രം. ചിതറിയിരിക്കുന്ന എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിപ്പാനും ആമേൻ ആരാധിപ്പാനും ഒരുങ്ങിയാൽ അത് സന്തോഷമായിരിക്കും. അപ്പോൾ തന്നെ ഹല്ലേലൂയ ആഴമായ വിശ്വാസത്തോടെ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ കൊതിക്കുന്ന എത്ര പേരുണ്ട്? ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മേൽ ഹല്ലേലൂയ കരം വച്ച് ഈ സെക്ഷൻ തൊട്ട് തന്നെ പ്രാർത്ഥിക്കണം. ദൈവ നിയോഗം തരുന്നവർക്കായി പ്രാർത്ഥിക്കണമെന്നാണ് എൻ്റെ ചിന്ത. കാരണം അത്ര ആഴമായ വിശ്വാസം എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇട്ടിട്ടുണ്ട്. ഞാനത് ഹല്ലേലൂയ ഉറച്ച അളവിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. വരുന്ന സെക്ഷനുകളിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് ആമേൻ ഹല്ലേലൂയ പലതും ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ചെയ്യുന്നതും നമ്മൾ കാണും. ഈ ഹല്ലേലൂയ പകൽക്കാലം നമ്മൾ കണ്ണുകൾ അടച്ച് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ സ്തോത്രം, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾക്കായി ആത്മസാന്നിധ്യത്തിനായി കരം വെച്ച് പ്രാർത്ഥിക്കണമെന്ന് ഇഷ്ടപ്പെടുന്നവർ ഏറ്റവും ഫ്രണ്ടിൽ ഹല്ലേലൂയ, ഏറ്റവും മുമ്പിൽ ആമേൻ ഹല്ലേലൂയ വന്ന് ഈ പ്രാർത്ഥന വേളയിൽ നിങ്ങൾ നിൽക്കണം. ബാക്കിയുള്ളവർ ഹല്ലേലൂയ, എനിക്കറിയത്തില്ല, ചിലർക്ക് അതിനെക്കുറിച്ച് താല്പര്യം കാണത്തില്ല. ബാക്കിയുള്ളവർ ആമേൻ ദയവായിട്ട് ആമേൻ എല്ലാവരും മുമ്പിലേക്ക് വന്ന് ഒരുമിച്ച് നമ്മൾ ഈ സെക്ഷൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി ഈ ശുശ്രൂഷ നിങ്ങൾ കൊതിക്കുന്നെങ്കിൽ കേട്ട വചനം പോലെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഹല്ലേലൂയ ആത്മപകർച്ച വേണമെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് കൈവച്ചപ്പോൾ ആത്മശക്തി വന്നതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു. അത് ദൈവത്തിൻ്റെ നിയോഗത്താൽ ചെയ്യുന്നു. തുടർമാനമായത് ചെയ്യും. എൻ്റെ അകത്ത് കിടക്കുന്ന വിശ്വാസം അത്രയ്ക്ക് വലുതാണ്. അങ്ങനെയുള്ളവർ മുമ്പിലേക്ക് കയറി നിൽക്കുക. അങ്ങനെ പ്രാർത്ഥന ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഏറ്റവും പുറകിൽ പിന്നത്തേതിൽ വന്ന് ഇവരോട് ചേർന്ന് നിൽക്കുക. ചിതറി നിൽക്കാതെ ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കുന്നത് ഉചിതമാണ്, അനുഗ്രഹമാണ്. ആമേൻ ഹല്ലേലൂയ. അത് നമ്മെ മാനിപ്പാനിടയായി തീരും. മുമ്പോട്ട് കയറി നിന്ന് മറ്റുള്ളവർക്ക് കൂടെ അവസരം കൊടുത്ത് മുമ്പിലേക്ക് കയറി നിന്നേ. സ്തോത്രം. എല്ലാവരും മുമ്പിലേക്ക്, കൊച്ചുമക്കളൊക്കെ മുമ്പ് കയറി നിന്നേ. സ്തോത്രം.